ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്നതായ എല്ലാ ടെസ്റ്റുമണികളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്കും കർത്താവിനോട് നിങ്ങളെ തന്നെ അടുക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, സിസ്റ്റർ സെഫ രാജേഷ് ഫ്രം ട്രിവാൻഡ്രം. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസി. പ്രൈസ് ലോർഡ് ആന്റി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ ദൈവദാസി, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ. അങ്ങയുടെ സാന്നിധ്യം ഈ പകൽക്കാലം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങയുടെ വിലയേറിയ ചിറകിന്റെ മറവില് ഹല്ലേലൂയ ഞങ്ങളെ ഇരുത്തിയാട്ട്. ഹല്ലേലൂയ. അസ്വർഗീയ ഷെക്കേനയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിത സാക്ഷ്യങ്ങളെ പറയുവാൻ നിന്റെ ദാസ്യ ദൈവം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്റർനെറ്റിനോടും കാലാവസ്ഥയോടും എല്ലാം കൂടെ ദൈവ സാന്നിധ്യം ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ ദൈവദാസിക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവിയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും നന്മയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആന്റി പറഞ്ഞതുപോലെ സെഫ രാജേഷ് എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 13 വർഷങ്ങളായി ന്യൂ ഇന്ത്യ ചർച്ചകോട് എന്ന സഭയുടെ സഭാ ശുശ്രൂഷയായിട്ട് കുടുംബമായി കർത്താവിന്റെ വേലയിൽ ഈ ദേശത്തായിരിക്കുന്നു. 3 മക്കളുണ്ട്, പഠിക്കുകയാണ് കുഞ്ഞുങ്ങൾ. മൂത്തയാള് ഇനി +1 മോനാണ്. രണ്ടാമത്തത് മകൾ 7ാം സ്റ്റാൻഡേർഡിലോട്ട്, മൂന്നാമത്തത് മകൻ ഇനി 2ാം സ്റ്റാൻഡേർഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഈ ദേശത്തായിരിക്കുന്നു. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ്. അത് നിങ്ങളോട് പറയുവാൻ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യത്തെ ഇന്ന് പകൽക്കാലം നന്ദി ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടെ. എൻ്റെ പിതാവ് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടും എൻ്റെ മാതാവ് ക്രിസ്ത്യൻ ആണെങ്കിലും CSA ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട വ്യക്തികളായിരുന്നു. എൻ്റെ പിതാവ് ഭയങ്കരമായ മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഒരു വ്യക്തിയാണ്. സുബോധമില്ലാതെ, നേരെ വസ്ത്രം ധരിക്കാൻ പറ്റാതെ, താടിയൊക്കെ നീട്ടി വളർത്തി, ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിന്റെ നടുവിലായിരുന്നു ബാല്യകാലം. വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയും നൽകാതെ, കണ്ണുനീരും നിലവിളിയും ഏതു സമയവും തോരാത്ത ഒരു ഭവനത്തിന്റെ അന്തരീക്ഷമായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടെ, യേശു ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നതോടെ ഞങ്ങളുടെ സ്ഥിതികളൊക്കെ മാറുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഇന്നും ജീവനോടെ ഉണ്ട്. തൻ്റെ മേല് ഒത്തിരി പൈശാചിക ശക്തികൾ കുടികുത്തി വാണിരുന്ന ഒരു ശരീരമായിരുന്നു. എല്ലാവർക്കും വയ്ക്കുന്ന ഭക്ഷണം ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിച്ചിട്ട് തികയാതെ രാത്രി 11 മണി 12 മണിയൊക്കെ ആയപ്പോഴും പിന്നെയും വയറ്റത്തടിച്ച് കരയും. എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മച്ചി പുട്ട് പുഴുങ്ങി കൊടുക്കും. അങ്ങനെ 10 കുറ്റി 11 കുറ്റി പുട്ട് വരെ കഴിച്ച് എന്നിട്ടും വിശപ്പ് അടങ്ങാതെ ആയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. മാത്രമല്ല വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. ഈ ഞങ്ങളുടെ വീടിന്റെ താഴ്ഭാഗത്തൊരു കുളമുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് കല്ലറയിലാണ് എൻ്റെ പപ്പ കിടന്നുറങ്ങുന്നത്. അത് മാത്രമല്ല ഈ വണ്ണമുള്ള മരങ്ങളെയൊക്കെ ഇടത് കൈ കൊണ്ട് പിഴുത് അതിനെ ചകിരി പിന്നുന്നത് പോലെ പിന്നിപ്പിറക്കി വയ്ക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഭവനത്തിന്റെ അകത്ത് മരണം എപ്പോഴാണ് ഉയരുന്നതെന്ന്
നിലവിളി എപ്പോഴാണ് ഉയർന്നെന്ന് കാത്തു നിന്ന അയൽവക്കക്കാരുടെ നടുവിൽ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, ആരും ഞങ്ങളുടെ അടുക്കൽ വരത്തില്ല. എൻ്റെ പപ്പ മാത്രമല്ല മദ്യപാനികൾ, എൻ്റെ പപ്പയുടെ പപ്പ, അതായത് എൻ്റെ അപ്പച്ചൻ, പപ്പയ്ക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളിയും ഭയങ്കരമായ മദ്യപാനത്തിന്റെ അടിമയായിരുന്നു. അങ്ങനെ 3 മദ്യപാനികൾ ഒരു ഭവനത്തിനകത്ത് ഒരുമിച്ച് മദ്യപിച്ചിട്ട് വന്നാൽ ആ ഭവനത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. ആമേൻ. ആദ്യം എൻ്റെ പപ്പ ചെയ്യുന്ന ഒരു കാര്യം, അന്ന് കറണ്ട് ഇല്ല, ഇതുപോലത്തെ ലൈറ്റില്ല, അങ്ങനെ ഇരിക്കുന്ന മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടമാണ് അന്നത്തെ ഞങ്ങളുടെ കുഞ്ഞുനാളില് ഞങ്ങളുടെ വീട്. അങ്ങനെ അപ്പം ബോധമില്ലാതെ കുടിച്ചു വരുമ്പോ ആദ്യമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ താഴോട്ട് വലിച്ചെറിയും. ഒരു നല്ല പാത്രങ്ങളില്ല, ഒരു നല്ല ചെയറിൽ, അന്ന് കമ്പി കൊണ്ടുള്ള കസാരയാണ്, അതിനെപ്പോലും അടിച്ച് ചപ്പുന്ന അനുഭവങ്ങളായിരുന്നു. അങ്ങനെ പൈശാചികൻ നയിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. പപ്പ ഹിന്ദു ആയതുകൊണ്ട് അനേക ക്ഷേത്രങ്ങളിൽ അനേക പൂജാരികൾ, അനേക കർമ്മങ്ങൾ, അനേക ക്രിയകൾ, എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോയി പ്രിയമുള്ളവരെ. പക്ഷെ ഒരിടത്തും സമാധാനം കിട്ടിയില്ല. ഒരു പൂജാരി പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ശുദ്ധികലശം ചെയ്യണം. അങ്ങനെ കന്യാകുമാരി പോയി കടൽ വെള്ളം കൊണ്ടുവന്നു ശുദ്ധികലശം ചെയ്ത്, എന്നിട്ടും സമാധാനം കിട്ടിയില്ല. തീർന്നില്ല, മന്ത്രവാദത്തിന് വേണ്ടി പോയി. മന്ത്രവാദവും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടും സമാധാനം എന്തൊന്നു പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ അത് ചെയ്യുന്തോറും അതെല്ലാം, അല്ലെങ്കിൽ സമാധാനം തല്ലിത്തകർക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു സമാധാനവും ആ ക്രിയകളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഞങ്ങളുടെ ഭവനത്തിന് ലഭിച്ചിരുന്നില്ല. എൻ്റെ അമ്മ വിവാഹം കഴിഞ്ഞ് വളരെ ആഗ്രഹത്തോടെ കുടുംബജീവിതത്തിലേക്ക് തന്നെ, തൻ്റെ ഭർത്താവ് ഒരു മുഴുക്കുടിയനും എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്ന, അടിയും ഇടിയും അതുപോലെ ക്രൂരമായിരിക്കുന്ന മർദ്ദനാണ് എന്നെ ഈ പുള്ളിക്കാരൻ കൊല്ലുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ, 2 സൊല്യൂഷനെ എൻ്റെ മുന്നിൽ ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ആ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വളരെ കണ്ണുനീരോടെ വിയർപ്പ് മുട്ടി സഹിച്ച് അപവാദങ്ങളും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും ആമേ മദ്യപിച്ച് വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റാതെ പലപ്പോഴും മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന അമ്മയായിരുന്നു എൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, എങ്കിലും ആ അവസ്ഥകളിൽ നല്ല ദൈവം മാറ്റം നൽകിയതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അമ്മ ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിലും രൂക്ഷമാകുമ്പോൾ അമ്മയുടെ വീട്ടിന്റെ അടുത്തൊരു ചർച്ച ഉണ്ട്, അപ്പോസ്തലിക ചർച്ച്. അവിടെ 2 ആന്റിമാർ ആ ചർച്ചിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവരോട് എപ്പോഴും സമയം കിട്ടുമ്പോൾ അമ്മ ചെന്ന് പറയും, സിസ്റ്ററെ എനിക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമില്ല, സ്നേഹം എന്തെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം, ഭർത്താവിൽ നിന്നൊരു സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല, ഭർത്താവ് ഒരു സാധനം മേടിച്ചു തന്നെ എനിക്ക് അറിയത്തില്ല. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എപ്പോ സമയം കിട്ടിയാലും ആ ആന്റിമാരോട് അമ്മ പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പറഞ്ഞത് ഒരിക്കലും പാഴായില്ല. അമ്മ പറഞ്ഞു, ഒന്നുകിൽ എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ആത്മഹത്യ, ഇത് മാത്രമേ എൻ്റെ മുൻപിൽ ഉള്ളൂ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ അവരുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് മടങ്ങി വരും. പ്രിയമുള്ളവരെ, എങ്കിലും ആ ദേവദാസിമാർ ആ പറഞ്ഞ വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് അവർ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവരുടെയായി തീർന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അവരുടെ അമ്മ പറഞ്ഞിട്ടുള്ള സാക്ഷ്യം. എനിക്കൊരു ആങ്ങളയാണുള്ളത്. അവനെ 8 മാസം അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയുടെ വാക്കകത്ത് തുണി തിരികെ കയറ്റി അടി കൊടുത്ത്, അത് മാത്രമല്ല മുഖത്ത് വിളക്ക് കൊണ്ടുവച്ച് സംസാരിക്കും. എങ്ങനെയോ ഏങ്ങലടിച്ച് കരഞ്ഞപ്പോഴോ എങ്ങനെയോ വിളക്കണഞ്ഞു. അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി അടിയും അതുപോലെ നെക്കി കൊല്ലുവാൻ വേണ്ടി കഴുത്തിനെ പിടിച്ച് നെക്കുകയൊക്കെ ചെയ്തു. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു, തുണിയെ തിരിങ്ങിക്കയറ്റി വാക്കകത്ത് തിരിങ്ങിക്കയറ്റിയിട്ട് അടുത്ത ഭാഗം കൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ യാദർശികമായി അവിടെ ഒരു വ്യക്തി കടന്നു വരികയും അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 8-ാം മാസം നിറവയറുകളോടെ അമ്മയുടെ ഭവനത്തിലേക്ക്, അതായത് പ്രസവത്തോടനുബന്ധിച്ച അവരുടെ ഭവനത്തിലേക്ക് ഈ
പിണങ്ങി, അല്ലെങ്കിൽ ഈ വഴക്ക് കാരണം അവിടെ അങ്ങോട്ട് പോകാനിടയായിത്തീർന്നു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കണ്ടീഷനിൽ അവൻ ഈ അടിയൊക്കെ കൊടുത്ത് അങ്ങനെ സ്വസ്ഥതയില്ലാതെ അമ്മ 8-ാം മാസത്ത് ഈ നമ്മുടെ ഭവനത്തിൽ നിന്ന് അമ്മച്ചിയുടെ ഭവനത്തിലോട്ട് ഗർഭിണിയായി നിറവേറുകളോടെ പോകുവാൻ വേണ്ടി ഇടയായി തീർന്നു. പക്ഷേ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞിട്ടും എൻ്റെ പപ്പ അമ്മയെ ചെന്ന് നോക്കുകയോ ഒരാഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ എന്താണ് ഇഷ്ടപ്പെട്ടത് ഫുഡെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ അമ്മ ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് പപ്പ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ ഭവനത്തിലോട്ട് പോവുകയാണ്. ആ പോകുന്ന ആ വരവ് തന്നെ ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കത്തില്ല. തുപ്പലൊക്കെ പായിച്ച് താടിയൊക്കെ വളർത്തി നേരെ വസ്ത്രം കൊടുക്കാൻ പറ്റാതെ ഒരു ഭ്രാന്തൻ വരുന്നത് പോലെ എപ്പോഴും തെറി വിളിച്ചുകൊണ്ട് ആരോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ ഇങ്ങനെ ഒരു ഭ്രാന്തനായിട്ട് സമനില തെറ്റിയ ഒരു അനുഭവത്തിലൂടെയാണ് ഈ പപ്പ അവരുടെ ഭവനത്തിലോട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്നത്. അമ്മയ്ക്ക് 5 ആങ്ങളമാരാണുള്ളത്. അവരൊന്നും മദ്യപിക്കില്ല. എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഭയങ്കര വഴക്കായി, നിലവിളിയായി, അടിപിടിയായി. അതിന്റെ നടുവിൽ അതിനപ്പുറത്താണ് ഈ പെന്തക്കോസ് ചർച്ച്. അവിടെ ഈ ആന്റിമാർ 2 പേരും ഈ വഴക്ക് കേട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, മുട്ടുമേലിരിക്കുകയാണ്, കർത്താവേ ഈ സഹോദരനെ ഒന്ന് തൊടണമേ, ഈ സഹോദരൻ ഒരു മാറ്റം കൊടുക്കണമേ, അവരുടെ ആ സഹോദരന്റെ മേലുള്ള പൈശാചിക ശക്തിയെ ദൈവമേ ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞ് ഈ 2 ആന്റിമാരും കരം പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ പ്രാർത്ഥന വ്യർത്ഥമായില്ല, ആ പ്രാർത്ഥന പാഴായി പോയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വഴക്കൊക്കെ കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് പപ്പ ആ ചർച്ചിന്റെ ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഉച്ച കഴിഞ്ഞ സമയമാണ്, നല്ല വെയിലാണ്. പക്ഷെ ആ ചർച്ചിന്റെ അവിടെ എത്തിയതും അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെട്ടെന്ന് അങ്ങ് പെയ്യാനിടയായി തീർന്നു. ആ ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽ, ദൈവത്തിന്റെ ഒരു പ്ലാനുമായി ആ മഴ പെയ്തത് കാരണം പപ്പ ചാടി ആ ചർച്ചിന്റെ ഫ്രണ്ടില് നനയാതെ നിൽക്കുകയാണ്. നനയാതിരിക്കാൻ വേണ്ടി അവിടെ കയറി അവൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ആന്റിമാർക്ക് തോന്നി ആരോ വന്ന് ആ ചർച്ചിൽ അവിടെ നിൽക്കുന്നത് പോലെ തോന്നി. അവർ പെട്ടെന്ന് തന്നെ പ്രാർത്ഥന നിർത്തിയിട്ട് ഡോർ തുറന്നപ്പോ എന്റെ പപ്പയാണ്. ഉടനെ തന്നെ പറഞ്ഞു, കേറി ഇരിക്കണം ബ്രദറെ എന്ന് പറഞ്ഞ് ആ ദൈവദാസിമാർ ഒരു ബെഞ്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചു. പപ്പ അങ്ങനെ വെള്ളം ചോദിക്കുമ്പോൾ അകത്ത് പോയി ആന്റി വെള്ളം കൊണ്ടുവന്ന് കുടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പപ്പയുടെ ശരീരത്തിനകത്ത് നിന്നുണ്ടായിരുന്ന പൈശാചിക ശക്തി അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. ഇരിക്കാൻ പറ്റിയില്ല. ആ ചർച്ച് മുഴുവനും ഉരുണ്ട് മറിഞ്ഞടിച്ച് വീണ് അവിടെ ഭയങ്കര ബഹളം കാണിച്ചു. അപ്പോ ആ ദേവദാസി പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പടങ്ങ് പിശാചേ, നിന്നെ വിളിക്കുമ്പോഴല്ലാതെ ഈ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അതിനെ ശാസിച്ച് അമർച്ച ചെയ്തു. പക്ഷേ അത് പൂർണ്ണമായിട്ട് വിട്ടൊന്നും പോയില്ല. അങ്ങനെ പപ്പ നോർമലായി. പപ്പ അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ 3 മദ്യപാനികളുള്ള ഭവനത്തിനകത്തും ആരും അറിയാതെ പപ്പയുടെ അമ്മ, അതായത് എന്റെ അമ്മച്ചി, പെന്തക്കോസ് ചർച്ചിൽ പോയി മുങ്ങി സ്നാനം എടുത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവർ ചർച്ചിൽ പോകുമ്പോൾ അത് വിലക്കുകയും എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലമുടിയിൽ ചുറ്റിപ്പിടഞ്ഞ് വലിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഇടിയും അടിയും കൊടുത്ത് ഇനി പോകരുത്, ഇനി പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വിശ്വാസം പുറത്ത് ഇല്ലെങ്കിലും അകത്ത് അവരുടെ വിശ്വാസമുണ്ട്. അവൻ പള്ളിയിൽ പോക്ക് നിർത്തി പ്രാർത്ഥിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമായി എങ്കിലും ആരും കാണാതെ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പപ്പയോട് ആന്റിമാർ ഇങ്ങനെ പറയുമ്പോൾ പപ്പ പറഞ്ഞു, എന്റെ അമ്മ ഞങ്ങളൊന്നും അറിയാതെ ചെന്ന് സ്നാനം എടുത്തതാണ്. എങ്കിലും ഈ ആന്റിമാർ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമെന്ന് ഈ ദൈവദാസിമാർ പപ്പയോട് പറയുവാനിടയായി തീർന്നു. അപ്പൊ പപ്പ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, ഞങ്ങളെല്ലാം മുഴുക്കുടിയന്മാരാണ്, ഞങ്ങൾ തെറി വിളിക്കുന്നവരാണ്, ഞങ്ങളെ കാണുമ്പോഴേ ആൾക്കാർ ഓടി ഒളിക്കുന്ന അവസ്ഥയാണ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയും വരത്തില്ല, ഞങ്ങളെ പേടിച്ച് ആരും വരികയില്ല, ഞങ്ങളുടെ ബന്ധുക്കൾ പോലും നേരെ വരത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ ദേവദാസിമാർ പറഞ്ഞ പോലെ ആ പിറ്റേ വെള്ളിയാഴ്ച ഞങ്ങളുടെ ഭവനത്തില് അവർ കടന്നു വരുവാനിടയായി തീർന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ആരും പോകത്തില്ല. കാരണം കുടിയന്മാരുടെ നടുവിൽ അവിടെ നല്ല യൗവന പ്രായത്തിൽ ഇന്ന് എനിക്ക് 38 വയസ്സുണ്ട്. കുഞ്ഞുനാളത്തെ കാര്യമാണ് പറയുന്നത്. 37 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സംഭവമാ പറയുന്ന. പ്രിയമുള്ളവർ, അന്ന് ഒരു രക്തബന്ധമല്ല, വേറെ ഉള്ള ഒരു പരിചയങ്ങളൊന്നുമില്ല. ഒരു വാക്കിന്റെ പുറത്ത് 3 മുഴു മദ്യപാനികളുള്ള ഭവനത്തിൽ 2 സഹോദരിമാർ ദൈവദാസിമാർ എന്ത് ചെയ്തു? ആ ഭവനത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ അവർ നീണ്ട 5
വർഷം ഞങ്ങൾക്ക് വേണ്ടി ആ ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ഒരു റൂമിനകത്ത് അവർക്ക് ഒരു റൂം കൊടുത്തിട്ടുണ്ട്. പഴയ ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയും മണ്ണെണ്ണ വിളക്കും പണ്ടത്തെ നമുക്കറിയാലോ ആ സാഹചര്യമായിരുന്നു. നേരെ ഒരു ഡോറ് പോലും ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു. അതിന് നടുവിൽ ദൈവം കൊടുത്ത ദർശനപ്രകാരം, ദൈവം കൊടുത്ത നിയോഗപ്രകാരം ആ ആന്റിമാർ ത്യാഗം സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ആ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ആ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നല്ല കർട്ടൻ പോലും ഇല്ല. അന്ന് സാരി കർട്ടൻ, പണ്ടൊക്കെ അങ്ങനെയാണ്. എനിക്ക് പറയുന്നതിൽ നാണക്കേടൊന്നും ഇല്ല. ഞങ്ങൾ വന്ന അനുഭവങ്ങൾ ഇന്ന് പലർക്കും പറയാൻ ഒത്തിരി ലജ്ജയുള്ളപ്പോൾ ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് അത്രത്തോളം കഷ്ടാനുഭവത്തിലൂടെ കടന്നു വന്ന ഒരു അനുഭവമാണ്. ആ സാരി കർട്ടന്റെ മറവിൽ ഇരുന്നു കൊണ്ട് രാത്രികളില്ലാതെ പകലുകളില്ലാതെ ഈ ദേവദാസിമാർ ഉപവാസവും പ്രാർത്ഥനയും പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇവിടെ പാട്ട് പാടുമ്പോൾ അപ്പുറത്ത് നിന്ന് തെറി വിളിക്കും. ഒരു വ്യക്തിക്ക് പോലും കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം മൊട്ട ചെറിയാറ് വിളിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഈ ആന്റിമാർ എന്റെ അപ്പച്ചനെ തോളിത്തട്ടി കേട്ട്, അപ്പച്ച എന്താ അപ്പച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അവരൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വില കൊടുത്ത് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദിവസങ്ങൾ മുമ്പിലുണ്ട്. അങ്ങനെ 5 വർഷം പ്രാർത്ഥിച്ചിട്ട് പ്രിയമുള്ളവരെ കേൾക്കണമോ, ഒന്നും നടന്നില്ല എന്ന് ഇട്ടിട്ട് അവർക്ക് പോകാമായിരുന്നു. പക്ഷെ അവർ പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ കളിയാക്കും, ഇതിനെ പുച്ഛിക്കും, പലതും ഉണ്ടാകുവാനിടയായി തീർന്നു. പക്ഷേ ഈ ആന്റിമാർ അതെല്ലാം സഹിച്ചുകൊണ്ട് അവർ വച്ച കാൽ പുറകിലോട്ട് വയ്ക്കാതെ ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം പുഞ്ചിരിയോടെ കേട്ട് അവർ അവിടെ സഹിക്കുവാനിടയായി തീർന്നു, സഹിച്ചു നിൽക്കുവാനിടയായി തീർന്നു. എന്റെ കൊച്ചിച്ചനെ കുറിച്ച്, പപ്പയുടെ ബ്രദറിനെ കുറിച്ച് പറയാമെങ്കിൽ പുള്ളിക്കാരൻ വലിയൊരു ഗുണ്ടയായിരുന്നു. പിടികിട്ടാ പുള്ളിയായിട്ട് പോലീസ് പ്രഖ്യാപിച്ച് ഒളിവിലായി മൂലമറ്റ വന്ന സ്ഥലത്തായിരിക്കുമ്പോഴാണ് കർത്താവ് പുള്ളിയെ തൊടുന്നത്. പ്രൈസലോ, ഇന്ന് കൃപയാൽ താൻ പാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, തന്റെ മേല് ഉണ്ടായിരുന്ന പൈശാചിക ശക്തി ഹനുമാന്റെ ശക്തിയായിരുന്നു. മരങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിൽ നിന്ന് തലകീഴായി തൂങ്ങി കൊരങ്ങൻ ചാടുന്നത് പോലെ ചാടി മറിഞ്ഞ് അപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കുന്നവർക്ക് തോന്നും ഇപ്പൊ ഇവൻ വന്നു വീണ് ഇവന്റെ തല പൊട്ടുക തന്നെ ചെയ്യും. അത്രത്തോളം വികൃതമായി പൈശാചികമായി പിശാചിനായി നയിക്കപ്പെട്ട വലിയ മരങ്ങളിലൊക്കെ തൂങ്ങി ചാടി കയറി തലകീഴായി മറിയും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൊരങ്ങനെ, അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തി ഇന്ന് പാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്റെ പപ്പയുടെ ബ്രദറാണ് കടന്നു വരുവാനിടയായി തീർന്നത്. തീർന്നില്ല. അങ്ങനെ എന്റെ കുഞ്ഞുനാളിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നു. പപ്പയുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഒരു പിടി ആഹാരം ഞങ്ങൾക്ക് വാരിത്തന്നതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എപ്പോഴും ക്രൂരത്വമുള്ള മുഖം, എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്ന അപ്പൻ, മക്കളെ ഒന്നൊരു വിളി പോലും കേട്ട് വളർന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഒരു നല്ല വസ്ത്രം മേടിച്ച് തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു ചെരുപ്പ് മേടിച്ച് തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള സാക്ഷ്യമാണ്. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ആങ്ങളെ ഉണ്ടായിരുന്നു. അവന് നിറവേറും ഗർഭിണി ആയിരിക്കുമ്പോൾ വീട്ടിൽ ഒരു ആഹാരമില്ലാതെ ഒരു പിടി അരിക്ക് അല്ലെങ്കിൽ ഒരു പിടി ചോറിന് വേണ്ടി ചൂട് കഞ്ഞിവെള്ളത്തിന് വേണ്ടി പല കുടുംബങ്ങളിൽ പല ഭവനങ്ങളിൽ ഒന്ന് മുട്ടി നോക്കിയിട്ടുണ്ട്. ഒരു പിടി ആഹാരം കിട്ടുമോ, എനിക്ക് ഒരു പിടി ചോറ് തരുമോ, എനിക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഉപ്പിട്ട് തരുമോ എന്ന് ചോദിച്ച് എൻ്റെ അമ്മ ആ വയറുമായിട്ട് പോയി സ്തോത്ര അവിടെയൊക്കെ ചോദിക്കുമോ മനസ്സലിവ് തോന്നി. ഇന്നും അമ്മച്ചി ഉണ്ട്, തങ്കം എന്ന് പറഞ്ഞൊരു അമ്മച്ചി, മക്കളെ കയറിയിരിക്കുന്നു പറഞ്ഞ് അവർ വയറു നിറച്ച് ആഹാരം കൊടുക്കുമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് നേരെ ചൊവ്വ ആഹാരം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ കിലോമീറ്ററുകൾ നടന്ന് അന്ന് അംഗൻവാടി കിട്ടുന്ന ഗോതമ്പും നുറുക്കു ഗോതമ്പും എണ്ണയും ചോളമൊക്കെ അന്ന് കിട്ടുമായിരുന്നു. പ്രിയമുള്ളവരെ, അത് കിലോമീറ്റർ, നമുക്ക് വാഹന സൗകര്യങ്ങളും കിലോമീറ്ററുകൾ നടന്നു പോയി ഇത് കൊണ്ടുവന്ന് പാകം ചെയ്ത് വയ്ക്കുമ്പോൾ അതിനെ കഴിക്കാൻ അനുവദിക്കത്തില്ല, അതിനെ തട്ടിക്കളയും, അവിടെ വലിച്ചെറിയും. അങ്ങനെ അതെല്ലാം തറയിൽ നിന്ന് പിന്നെ വാരി കഴിക്കും, വിശപ്പിന്റെ ആധിക്യം കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞങ്ങൾ രക്ഷയിലോട്ട് വരുന്നതിന് മുന്നേ ഒരു ഓണത്തിന് ഞങ്ങളുടെ
ഞങ്ങളുടെ പപ്പ കുടിച്ച് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയാണ്. എല്ലാം ഞങ്ങളുടെ ചുറ്റുപാടെല്ലാം ഹിന്ദുക്കളുടെ വീട്, അവിടെ എല്ലാം ഭയങ്കര ആഘോഷമാണ്. അവരെല്ലാം നല്ല പായസവും അതുപോലെ നല്ല വസ്ത്രവും ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടി നല്ല സന്തോഷത്തോടെ ആയിരിക്കുമോ. ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. എൻ്റെ വീട്ടിൽ അന്ന്, ഞങ്ങളുടെ വീട്ടിൽ അന്ന് കണ്ണുനീരായിരുന്നു പ്രിയമുള്ളവരെ. എൻ്റെ അമ്മ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി അവർ വളരെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പയ്ക്ക് ബോധമില്ല, സുബോധമില്ല, മദ്യപിച്ചിട്ട് കടന്നു വന്ന് അടുപ്പിനെയും ആ പാത്രങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞു. ഒന്നും വയ്ക്കാൻ സമ്മതിച്ചില്ല. ആ ഓണ ദിവസത്തിൽ, നമുക്ക് ഓണമൊന്നുമില്ല, ഇപ്പൊ നമുക്ക് രക്ഷിക്കപ്പെട്ടു. പക്ഷെ ആ ഓണ ദിവസത്തിൽ എല്ലാവരുടെ വീട്ടിൽ സന്തോഷമായിരിക്കുമ്പോ ഞങ്ങൾ കുഞ്ഞിലെ ഓരോ മൂലയിൽ അവിടെ ഇവിടെ ഇരുന്ന് കരയും, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തന്നെങ്കിലെന്ന് ചിന്തിച്ച് വീട്ടിനകത്ത് ഉള്ളതുപോലും വെച്ച് കഴിക്കുവാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുന്ന അമ്മ, ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു അപ്പൻ സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പപ്പ ഒന്ന് മരിച്ചെങ്കിൽ, ഈ പപ്പയൊന്ന് വണ്ടി ഇടിച്ചെങ്കിൽ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പപ്പ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയെങ്കിൽ. അമ്മയെ ഉപദ്രവിക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് വീഴും, പപ്പ അമ്മയെ അടിക്കല്ലേ 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 എന്ന് ഉറച്ചു വിളിക്കുക. അടുത്തൊരു ആന്റിയും ഉണ്ട്, ആന്റിയുടെ പേര് കലയെന്ന. ആന്റിയെ വിളിക്കും, കലയാന്റിയെ ഓടിവാ, എൻ്റെ അമ്മയെ പപ്പ അടിച്ചു കൊല്ലുന്നേ എന്ന് വിളിക്കും. ഉടനെ ആന്റി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഉടനെ ആ ജോലിയൊക്കെ അവിടെ വെച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരും. വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം ശാന്തതയാണ്. പിന്നെ അവർക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, അവരുടെ വീട്ടിലോട്ട് പോകും. അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിന്റെ അവസ്ഥ എങ്ങനെയാ. അപ്പൊ ഞങ്ങൾ കുഞ്ഞു മനസ്സിൽ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച എത്രയോ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കുഞ്ഞനുജന്റെ കൈക്ക് പിടിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള ഞങ്ങളുടെ കൊശിച്ചന്റെ വീട്ടിലാണ് ചെന്ന് കിടക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് കിടക്കുമ്പോൾ 11, 11:30, 12 മണിയൊക്കെ ആകുമ്പോഴോ ഞങ്ങളുടെ വീട് അടുത്താണെങ്കിലും അമ്മയെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണുനീരിന്റെ ശബ്ദമാണ് കാതുകളിൽ കേൾക്കുന്നത്. ഉറങ്ങാൻ കഴിയത്തില്ല. എന്തെന്ന് ചോദിച്ചാൽ അടിയും ഇടിയും, ആ ഇടിയുടെ ശബ്ദമൊക്കെ ഇപ്പുറത്തെ വീട്ടിൽ, ഞങ്ങൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ കേൾക്കാൻ പറ്റുമോ. അന്ന് ഒന്ന് എഴുന്നേറ്റു വന്ന് എൻ്റെ പപ്പയെ ഒന്ന് പിടിച്ച് തള്ളണം എന്ന് എൻ്റെ കുഞ്ഞു മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹമാണ്. എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ അമ്മ മരിച്ചു പോകും, ഈ മനുഷ്യൻ എൻ്റെ പപ്പയെ അമ്മയെ കൊല്ലും. അമ്മ പറയും, മക്കളെ നിങ്ങൾ അവിടെ പോയി കിടക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ടാക്കിയിട്ട് അമ്മ തൻ്റെ ശരീരത്തിനകത്ത് ഈ അടിയൊക്കെ ഏറ്റവും വാവിട്ട്, സഹിക്കാൻ വയ്യാതെ വാവിട്ട് ഏകലടിച്ച് കരയുന്ന കണ്ണുനീരിന്റെ ശബ്ദം കാതുകളിൽ കേട്ട് ആ രാത്രിയിൽ കമന്നു കിടന്ന് തലകളെ കണ്ണുനീര് കൊണ്ട് നനച്ചിട്ട് അന്ന് കുഞ്ഞു മനസ്സിലൊരു ചോദ്യം ചോദിച്ചു, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എൻ്റെ പപ്പയെ, ദുഷ്ടനായ എൻ്റെ പപ്പയെ ഈ ദൈവം എന്തിനാണ് ഇങ്ങനെ നൂത്തുവിട്ടിരിക്കുന്നതെന്ന് ദൈവമുണ്ടോ എന്ന് ചോദ്യം പലവട്ട്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മാത്രം ഇങ്ങനത്തെ വിധി എന്താ? ഇത്രയും ദേശത്ത് ഇത്രയും ഭവനങ്ങളുള്ളപ്പോൾ ഒരു ഭവനത്തിനും ഇല്ലാത്ത ഈ വേദന എന്തിനാ? എൻ്റെ പപ്പയ്ക്ക് ഒരു മാറ്റം കൊടുക്കാത്ത ക്രൂരനായ ദൈവമാണ്. ദൈവത്തോട് ദൈവമുണ്ടോ എന്ന് ചോദ്യമല്ല, ദൈവത്തോടൊരു വൈരാഗ്യം പോലെയായി. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു. കണ്ണുനീരോടെ, സമാധാനമില്ലാതെ കിടന്നുറങ്ങുവാൻ കഴിയാത്ത അന്തരീക്ഷങ്ങളുടെ നടുവിൽ സ്വസ്ഥത എന്തെന്ന് പോലും അനുഭവിക്കാൻ കഴിയാതെ ചെറുപ്രായത്തിൽ മനസ്സ് നീറിപ്പുകയുന്ന അനുഭവങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത പൊള്ളലേറുന്ന ഒരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിനകത്ത് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നും ഓർക്കുന്നുണ്ട്. ഞങ്ങളെന്നും ഒരു ആവശ്യമില്ലാതെ പപ്പ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വസ്ത്രം ഞങ്ങൾക്കില്ല പ്രിയമുള്ളവരെ. വസ്ത്രം അന്ന് യൂണിഫോം, ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. യൂണിഫോം എല്ലാ ദിവസവും, ബുധനാഴ്ച പോയിട്ട് ബാക്കി എല്ലാ ദിവസവും യൂണിഫോമാണ് ഇടുന്നത്. ആ ഒരു ദിവസത്തെ യൂണിഫോം കളർ ഡ്രസ് ഇടാൻ വേണ്ടി എനിക്ക് എൻ്റെ ബാല്യത്തിൽ ഡ്രസ്സ് ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മാറി മാറി പലരും കൂട്ടുകാരൊക്കെ പല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നതിന് പിന്നെയും പിന്നെ ഇട്ടുകൊണ്ട് പോകും. പ്രത്യേകിച്ച് ആഭരണമില്ല, മാലയില്ല, വളയില്ല, പൊട്ടില്ല എന്നതിന്റെ പേരിൽ 7ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ സാഹചര്യം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. മാത്രമല്ല, വസ്ത്രത്തിൽ ഇച്ചിരി കീറിയിരുന്നത് കൊണ്ട് അയ്യോ അവിടെ വസ്ത്രം കളിയാക്കൽ അന്നും മനസ്സൊത്തിരി വേദനിച്ച് അന്നും ചിന്തിച്ച് ഒരു വസ്ത്രം പോലും ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട അനുഭവങ്ങൾ, നേരെ കഴിക്കുവാൻ ആഹാരമില്ലാത്ത അനുഭവങ്ങൾ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എൻ്റെ അമ്മ വളരെ 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 കണ്ണുനീരോടെ സ്തോത്രം
ജീവിക്കുന്നവരായിരുന്നു. വീടാണെങ്കിൽ ചോർന്നൊലിക്കുന്ന വീട് ഇന്നും ഓർമ്മയുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും വീട്ടിനകത്ത് മുറിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അത് പിന്നെ ഒരു ചെറിയ പാത്രം വെച്ച് ചരുവത്തിൽ ഇങ്ങനെ കോരി അതിനെ പുറത്തു കൊണ്ട് കളയും. അങ്ങനെയൊക്കെ കഷ്ടപ്പാടിന്റെ നെല്ലിപ്പലകയുടെ നടുവിൽ നിന്നുകൊണ്ട് മന്ത്രവാദങ്ങൾക്കും പൂജകൾക്കും കർമ്മങ്ങൾക്കും കഴിയാത്തത് പ്രാർത്ഥിക്കുന്ന 2 ദൈവദാസിമാർ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാനിടയായി തീർന്നു. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ആ ദൈവദാസിമാർ വില കൊടുത്തത് അന്ന്. ആമേൻ. ഞാൻ കുഞ്ഞായിരുന്നല്ലോ, എന്റെ ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ച് ആ ഒരാൻറ്റി പ്രാർത്ഥിച്ചു. ഒന്നും അവർ വിശ്വാസത്താൽ അവരുടെ ദൈവം കൊടുത്ത നിയോഗ അല്ലെങ്കിൽ അവരുടെ ദൈവം ഉള്ളിൽ കൊടുത്ത ഒരു പ്രേരണ അനുസരിച്ച് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ചെറിയ പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർ ഉയരത്തിലോട്ട് കൈ ഉയർത്തിപ്പോ, കർത്താവ് ഇവൾ ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവളെ സമർപ്പിക്കുക, ഇവൾ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം, ഈ പുസ്തകം ചുമക്കുന്നവളായി ഒരു പ്രാസംഗിയായി തീരണമെന്ന് പറഞ്ഞ് ആ ആന്റി എന്നെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനിടയായി തീർന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അന്ന് എന്താണോ ആ ദൈവദാസി എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അത് തന്നെ എന്റെ ജീവിതത്തിനകത്ത് നിറവേറപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഇതിനകത്തുനിന്ന് ഞാനൊരു ഒരു ആലോചന പറയട്ടെ. നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഏത് രീതിയിലുള്ള നമുക്കൊരു പക്ഷെ അറിയത്തില്ല. പക്ഷെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിനകത്ത് അതുപോലെ തന്നെ സംഭവിക്കും. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലാതിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാ. ഞാൻ മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വന്ന് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരുന്നപ്പോൾ ഈ ആന്റിമാർ എന്തേതറിയാവോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചത് വെച്ചാൽ, പിശാചേ നീ ഇവളെ തുടരുത്, ഇവൾ പ്രസംഗിക്കേണ്ടവളാ, ഇവൾ ദൂത് പറയേണ്ടവളാ, ഇവൾ പുസ്തകം ചുമക്കേണ്ടവളാ, ഇവൾ ദൈവനാമത്തെ ഉയർത്തേണ്ടവളാ, ഇവളുടെ കുടുംബത്തിനകത്ത് നടന്ന സാക്ഷ്യത്തെ ലോകത്തോട് വിളിച്ചു പറയേണ്ടവളാ എന്ന് അതിന്റെ ദൂതാണ് ഈ ജോയ്സ് ടിവിയിലൂടെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്. അന്ന് അവർ പറഞ്ഞ ശബ്ദമാണ് പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ പപ്പയുടെ അനുജൻ, എൻ്റെ കൊച്ചിച്ചൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. യേശുവിനെ കാണുവാനിടയായി തീർന്നു. എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പച്ചൻ മരിച്ചു പോയിട്ട് 3 വർഷമാകുന്നു. താനാണെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ അലർജി ഉള്ള ഒരു അപ്പച്ചനായിരുന്നു. കാരണം ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് പേരേക്കോണം എന്ന് പറഞ്ഞ സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് അടുത്ത് പേരേക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അപ്പച്ചന്റെ വീട്. അവിടെ ആ പേരേക്കോണം കയറ്റത്തോടോട്ട് വരുമ്പോഴത്തേനും ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചിലെ ഉപദേശിയുടെ പേര് കുട്ടപ്പൻ ഉപദേശിയത. ആ പുള്ളിക്കാരനെ പിടിച്ചു തള്ളുകയും അവിടെ നിന്ന് ബൈബിൾ എടുത്തെറിയുകയും ബാൻഡിനെയൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പച്ചൻ. എന്നിട്ട് പറഞ്ഞു, എവിടെ വേണോലും ഞങ്ങൾ പോകാം, പക്ഷെ പെന്തക്കോസിനകത്ത് മാത്രം ഞങ്ങൾ പോകത്തില്ല. ഈ കൂട്ടരെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഈ കൂട്ടരെ ഞങ്ങൾക്ക് അന്ന് നമുക്കൊക്കെ പറയുന്ന ഒരു ഓമന പേരുണ്ട്, ഈ കൂട്ടരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സമാധാനം ഇല്ല, മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതായിരുന്നു എൻ്റെ അപ്പച്ചൻ. പക്ഷെ ഏത് കൈ കൊണ്ട് ബൈബിളിനെ എടുത്തെറിഞ്ഞോ അതേ കൈ കൊണ്ട് ബൈബിളിനെ ഉയർത്തിപ്പിടിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം ഭാഗ്യം കൊടുത്തു. പ്രിയമുള്ളവരെ, ഏത് മാർഗം വേണ്ടെന്ന് പറഞ്ഞോ അതേ മാർഗത്തിൽ കൊണ്ടുവന്ന് അതേ മാർഗത്തെ ഉയർത്തുവാൻ അനേകരോട് പറയുവാൻ ഞങ്ങളെ കുടുംബമായി ദൈവം സഹായിച്ചു. തീർന്നില്ല. ആരൊക്കെ ഇന്നും എതിർക്കുന്ന പലരുമുണ്ട്. നമ്മൾ അവരോടൊന്നും പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദൈവ അത്ഭുതങ്ങളെ ചെയ്യുക. വേണ്ട എന്ന് പറയുന്നവരെ കൊണ്ട് തന്നെ ഇതിനെ ചുമപ്പിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് മറന്നു പോകണ്ട. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അടുത്ത് വിഷയത്തിലോട്ട് പോകട്ടെ. അങ്ങനെ കുഞ്ഞുനാളിൽ ഒത്തിരി പീഡനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും പ്രയാസങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ആഹാരത്തിന് വകയില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, അങ്ങനെയൊക്കെ ഉള്ള അനേക അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. പക്ഷേ സ്തോത്രം, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റി. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവിടെ ആരാധന വീട്ടിൽ തന്നെ, ആന്റിമാർ വീട്ടിൽ തന്നെ എന്നും ഇങ്ങനെ ആരാധന, രാവും പകലും ആരാധന തുടങ്ങുമ്പോഴത്തേന് ഭൂതങ്ങൾ അലറി ഓടാൻ തുടങ്ങി. 9-10 എണ്ണത്തിനൊക്കെ ഭൂതകളങ്ങ് ഈ 2 ആന്റിമാർ ഒറ്റയ്ക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യും. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് അവർ നിന്ന് അതിനെ ഒഴിപ്പിക്കാനും അതിനെ ശാസിക്കാനും ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഹരമായി കൂരിരുട്ടും
അന്ധകാരം പിടിച്ചു കിടന്ന ദേശത്തിന് മധ്യേ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ ആ ദേശത്തിലുള്ള അപ്പുറത്തെ വീട്ടിലേക്കുള്ള കുറെ മൈലുകൾക്ക് അപ്പുറമുള്ള ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അവിടെ ഭൂതം പിടിച്ചു കിടന്നവർ, അവിടെ പിശാചിനെ ബന്ധിക്കപ്പെട്ട് കിടന്നവർ, ഇവിടത്തെ ബാൻഡടിയും ഇവിടത്തെ കയ്യടിയും ഇവിടത്തെ ആരാധന കേൾക്കുമ്പോൾ ഒറ്റക്കാലി തുള്ളിക്കൊണ്ട് ഇടുങ്ങിയ ചെറിയ വഴിയിലൂടെ, യേശുദാസൻ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാ, പക്ഷെ ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ആ പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി കൂകിക്കൊണ്ട് ഒറ്റക്കാലി തുള്ളിക്കൊണ്ട് ഈ അല്ലെങ്കിൽ ഈ ആരാധന നടക്കുന്ന സ്ഥലത്ത് ഓടി വന്ന് ഇങ്ങനെ വീഴുവാനിടയായിത്തീരും. അങ്ങനെ ഒന്നും രണ്ടുമല്ല പല വ്യക്തികൾ അവിടെ വന്ന് സൗഖ്യം പ്രാപിക്കുവാനിടയായിത്തീർന്നു. അതിന്നൊരു ആലയമായി മാറി. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ പെട്ടകം ദൈവം നൽകുവാനിടയായിത്തീർന്നു. ഇന്നും ആരാധന നടക്കുന്നുണ്ട്. മുള്ളും പറക്കാരെയും പിടിച്ചു കിടന്ന ആ ദേശത്ത് ദൈവം ആരാധനയ്ക്ക് വേണ്ടി എന്റെ അപ്പച്ചൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പെന്തക്കോസ്തിനെ കണ്ടുകൂടാ എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ ചർച്ചിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത് മനോഹരമായ ഷെഡ്, മനോഹരമായ ആലയം ഇന്ന് അവിടെ നിലനിൽക്കുന്നു. അവിടെ ദൈവമക്കൾ ആരാധിക്കുന്നു. അങ്ങനെ കുട്ടിക്കാലം അങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് കൃപയാല് 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യം നൽകി. അന്ന് മുതലേ അറിഞ്ഞ സത്യത്തെ ലോകത്തോട് പറയണം. എങ്ങനെ പറയണം എന്നറിയത്തില്ല. പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് പ്രസംഗിക്കും. ഞങ്ങളിങ്ങനെ കൺവെൻഷൻ വെച്ച് കളിക്കുമായിരുന്നു. അതിനകത്ത് ഗസ്റ്റ് സ്പീക്കറായിട്ട് എനിക്ക് ഒരു കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങൾ കൺവെൻഷനൊക്കെ പോയിട്ട് അത് അനുകരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി മൈക്കിന് പകരം ഉണങ്ങിയ റബ്ബർ കമ്പും ഉണങ്ങിയ കപ്പയുടെ കമ്പും കാലി പൗഡറിന്റെ ടിന്നൊക്കെ പിടിച്ച് യേശു കണ്ണുനീർ വാർത്തു യഹോവ എന്റെ ഇടനാകുന്നു. വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഇത്രയും മാത്രമേ അറിയൂ. പിന്നെ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഈ പാട്ടും ഇടയ്ക്ക് ഒത്തിരി സ്തോത്രവും ഹല്ലേലൂയ മാത്രം പറഞ്ഞ് പ്രസംഗിച്ച് തുടങ്ങിയത്. പ്രിയമുള്ളവരെ, അന്ന് മൈക്കൊന്ന് പിടിക്കുവാൻ, മൈക്കിനെ ഒന്ന് തൊടുവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. മൈക്കിനെ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾ നടന്നു പോയ സംഭവത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. മൈക്കിനെ ഒന്ന് തൊട്ടെങ്കിലും ആഗ്രഹിച്ച ആ സംഭവത്തെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആഗ്രഹങ്ങൾ പിൽക്കാലത്ത് അനേക മണിക്കൂറുകൾ മൈക്കും പിടിച്ച് നിൽക്കുവാൻ ദൈവം അതിന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യം നൽകി. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവിക കൃപാവരങ്ങൾ പ്രാപിച്ചു. അന്ന് മുതലേ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കുമ്പോഴും അപ്പോഴും നല്ല നല്ല പ്രപ്പോസലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നത് എനിക്ക് ദൈവവേല ചെയ്ത ഒരു വ്യക്തിയെ വേണം. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ എതിർത്ത് ദൈവവേലയൊന്നും പപ്പ രക്ഷിക്കപ്പെട്ടു, പപ്പയുടെ പപ്പ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. എല്ലാവരും ഒറ്റ വ്യക്തി പോലും ശേഷിക്കാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എല്ലാവരും ഈ ദൈവത്തെ കണ്ടുമുട്ടി. ഇത് എൻ്റെ പപ്പയൊക്കെ ആണെങ്കിൽ ഈ ദൈവത്തെ കുറിച്ചൊക്കെ പറയാൻ ഭയങ്കര നാണക്കേടൊന്നുമില്ല. ആരോടും പറയും. ഏത് വ്യക്തിയെ കിട്ടും ഞങ്ങളൊക്കെ പറയും പപ്പ മിണ്ടാതിരിക്കും, പറയാതെ പപ്പ പറയും എന്നെ വിടുവിച്ച ദൈവം, എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്നെ രക്ഷിച്ച ദൈവത്തെ ഞാൻ പറയാതിരുന്നാൽ അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് പേരേക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇന്നും ചോദിച്ചാൽ എൻ്റെ പപ്പയുടെ പേര് ചോദിച്ചാൽ അവിടെ എല്ലാവർക്കും അറിയാം. അവിടെ ഒരു പുളിമൂട്ടിൽ ഒരു ചായക്കടയുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ എൻ്റെ പപ്പ ചായ കുടിക്കുന്ന സ്ഥലം. അവിടെ എന്നും അടി ഉണ്ടാക്കും. എന്നും അവിടെ ഒരു കൂട്ടം പേര് അടി ഉണ്ടാക്കാനും പോലീസ് വരികയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ്. പപ്പ അടി ഉണ്ടാക്കുക മാത്രമല്ല, പപ്പയുടെ മേലുള്ള പൈശാചിക ശക്തി പറയുന്നത് ഇവിടെ നിന്ന് പോകുമെന്ന് പറയും. പോയില്ലെങ്കിൽ ഈ ശക്തി ഒരാൾ തള്ളുന്നത് പോലെ തള്ളി 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 മാറ്റി ചില 5 മിനിറ്റ് കഴിഞ്ഞ പോലീസ് അവിടെ വരും. വന്നിട്ട് ആ കൂടെ നിന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ അത്രത്തോളം പിശാചിന് നയിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാവരും, ആരും ശേഷിക്കാതെ എല്ലാവരും ഈ ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി ഇടയായി തീർന്നു. അങ്ങനെ സമാധാനം, സന്തോഷം ദൈവം നമുക്ക് നൽകി. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വീടിന്റെ മുറ്റത്ത് തന്നെ ദൈവസഭ ദൈവം പണിയുവാനും അതിൽ ആരാധിക്കുവാനും ദൈവം ഭാഗ്യം നൽകി. ഈ ദൈവദാസിമാർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എൻ്റെ കൊച്ചിച്ചൻ അവിടെ സ്നാനമേറ്റു. ആ ശുശ്രൂഷ എൻ്റെ കൊച്ചിച്ചൻ തന്നെ ആ സഭ ഏറ്റെടുത്തു. അങ്ങനെ ആ ദേശത്ത് വലിയ ദൈവപ്രവർത്തികൾ ദൈവം അവിടെ ചെയ്യുവാനിടയായി തീർന്നു. ഇന്നും എല്ലാവർക്കും ഒരു അത്ഭുത വിഷയമാക്കി ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ആ പഴയ വീടിന്റെ സ്ഥാനത്ത് ദൈവം ഇന്ന് ഞങ്ങൾക്ക് നല്ല ഭവനം നൽകി. വസ്തുക്കൾ വാങ്ങുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. തീർന്നു പോകും എന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ. എൻ്റെ പപ്പയെ പുളിയിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരുന്ന ഒരു അനുഭവമുണ്ട്.
എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ കൊണ്ട് സ്വസ്ഥതയില്ല, എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് ചങ്ങലയില് പുള്ളിമരത്തിൽ കെട്ടിയിട്ട വ്യക്തിയാ. പക്ഷെ ദൈവകാലങ്ങൾ കഴിഞ്ഞതിന് മുന്നേ തന്നെ ദൈവം സന്ദർശിച്ചു, സ്ഥിതികളെയൊക്കെ മാറ്റം വരുത്തി. മദ്യപാനശീലം, എന്റെ പപ്പയ്ക്ക് തടിയറുപ്പാണ് ജോലി. തടിമെല്ല് വരുന്നതിന് മുന്നേ വാൾ ഉപയോഗിച്ച്, ഇന്നതില്ല, പണ്ട് അത് കർണാടക, ബാംഗ്ലൂര്, അതുപോലെ ദൂരദേശങ്ങളിലൊക്കെ പോയി ഒത്തിരി പൈസ കൊണ്ടുവരും. പക്ഷെ വീട്ടിൽ 1 രൂപ എത്തുകയില്ല. അത് ആ ജംഗ്ഷനിൽ വരുന്നതിന് മുന്നേ എല്ലാം കാലിയാകും. ഒരു നല്ലൊരു വസ്ത്രം മേടിച്ചോ അല്ലെങ്കിൽ കഴിക്കാൻ ഒരു പൊതിയോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും മേടിച്ചുകൊണ്ട് വരാത്ത സാഹചര്യം, എല്ലാ പൈസയും കാലിയാകും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം അതൊക്കെ മാറ്റി ഇന്ന് അനുഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഇന്ന് പറയാൻ ഭയങ്കര വെമ്പലാണ് സുവിശേഷത്തെ കുറിച്ച് പറയാൻ, ആരോടും പറയും. അങ്ങനെ ഒരു കൃപയും കഴിവും ദൈവം കൊടുത്തിരിക്കുന്നു. ആമേൻ. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടാ ആന്റി? കണ്ടിന്യൂ ചെയ്തു സിസ്റ്റർ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ചു. ഞാൻ പറഞ്ഞു, നല്ല നല്ല പ്രപ്പോസലുകൾ വന്നപ്പോഴും ഞാനൊരു ദൈവവേല ചെയ്യണമെന്നുള്ള ആഗ്രഹ പ്രകാരം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൃപയാല് 2006 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഒരു പാസ്റ്റർ മകനായിരുന്നു. അത് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയുടെ മുഖത്ത് വിവാഹം കഴിഞ്ഞ ചില മാസങ്ങൾ തന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു സഭ കിട്ടി. അന്ന് മുതൽ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ആ ദേശങ്ങളിലൊക്കെ പ്രവർത്തിപ്പാ ദൈവം ഭാഗ്യം നൽകി. സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആങ്ങളയാണ്, 27 വയസ്സുണ്ട്. പുള്ളിക്കാരന് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നു. അങ്ങനെ വിദേശത്ത് പോയി വരാൻ 2 വർഷത്തെ വിസയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടി പോയത്. അനുജൻ 27 വയസ്സുണ്ട്. പുള്ളി 2 ആൺമക്കളായതുകൊണ്ട് ഒരു ഭവനം വെക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ താൻ വിദേശത്ത് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ 2 ടെസ്റ്റുകൾ ഇവിടെ എഴുതിയിട്ടാണ്, ജോലിക്ക് വേണ്ടിയുള്ള 2 ടെസ്റ്റുകൾ എഴുതിയിട്ടാണ് താൻ പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞിന് 2.5 മാസമായപ്പോൾ പുള്ളി പോയി. വരാൻ ഒരാഴ്ച മാത്രമുള്ളപ്പോൾ താൻ ഇങ്ങനെ കിടന്നിട്ട് 7up ഇങ്ങനെ എടുത്ത് കുടിച്ച് അത് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് അത് ആ സ്പോട്ടിൽ തന്നെ പുള്ളി മരണപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു വലിയ ഒരു പ്രയാസം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നേരിട്ട് ഞങ്ങൾ പുതിയൊരു വർക്കുമായിട്ട് മരത്തകടി എന്ന് പറയും, കാട്ടാക്കടയ്ക്കടുത്ത് മരത്തകടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ പ്രെയർ നടത്തുകയാണ്. ഞങ്ങൾക്ക് അവിടെ പുതിയ പ്രവർത്തനമായിട്ട് ആരും അങ്ങനെ പരിചയക്കാരില്ല. പക്ഷെ ഞങ്ങൾ ഉപവാസവും BBS വിശ്വാസത്തിൽ നടത്തും. അപ്പോൾ ഞങ്ങൾക്ക് ഈ അനുജനാണ് കാശൊക്കെ തരുന്നത്. BBS എന്ന് പറയുമ്പോഴും പൈസയൊക്കെ ഇങ്ങനെ തരും. ഞങ്ങൾ നന്നായിട്ട് മീറ്റിങ്ങുകളൊക്കെ കണ്ടന്റ് ചെയ്ത് നടത്തും. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ സ്മരണം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആകെ ഷോക്കാക്കി. മാത്രമല്ല ഞങ്ങൾ പോയ ഭവനം എന്ന് പറയുന്നത് 2 മരണം നടന്ന ഒരു ഭവനമാണ്. ഞങ്ങൾ കൃപയ അവിടെ ദൈവം നിർത്തി. അതൊരു വലിയ സാക്ഷ്യമാണ്. ആരും ആ ദേശത്തൂടെ പോകത്തില്ല. ആ ഭവനത്തില് പിതാവും മകളും ആത്മഹത്യ ചെയ്തു. മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആറ്റിച്ചാടി മരിച്ചു. അങ്ങനെ ഈ മകളുടെ വിയോഗത്തിൽ ആ പിതാവ് മുഴുകുടിയനായി തീർന്നില്ല. ആ മകളുടെ കല്ലറയിൽ കിടന്നിട്ട് മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കൊളുത്തി എന്ത് ചെയ്തു? ആ പിതാവും കുറേ ദിവസങ്ങൾ, ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ പ്രാർത്ഥന നടത്താൻ വേണ്ടി പോയ ആ വീട് പണി തീർന്നിട്ടില്ല. മൺകട്ട കൊണ്ട് ഷീറ്റിട്ട ഒരു ചെറിയ വീടാണ്. അതിന്റെ പണി തീർന്നതിന് മുന്നേ ഇങ്ങനെ സംഭവിച്ചു. മാസങ്ങൾ വാഴയില വെട്ടി ഈ പുള്ളിക്കാരനെ ആ വീട്ടിലിട്ടിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞായി പുള്ളി മരിക്കുന്നത്. അപ്പൊ 2 മരണവും നടന്നത് കൊണ്ട് ആ ആന്റി മാനസിക നില തെറ്റി വീട് പൂട്ടിയിട്ട് അവരുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ അടയപ്പെട്ട വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് തുറന്നു തരുന്നത്. ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങളുടെ നല്ല പ്രായമായിരുന്നു. ഞങ്ങൾ മൂത്ത കുഞ്ഞിനെ ഞാൻ പറഞ്ഞല്ലോ 3.5 മാസമായപ്പോൾ ഞങ്ങൾ ആ ദേശത്ത് പോയി. അവിടെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒറ്റ മനുഷ്യൻ 6 മണി കഴിഞ്ഞാൽ ആ ദേശത്തൂടെ പോകത്തില്ല. കാരണം ഈ മരിച്ച പെൺകുട്ടിയുടെ ശല്യമുണ്ട്. ചെലങ്കയുടെയും കൂകലിന്റെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞ് ഒറ്റയാണ് അതിലെ പോകത്തില്ല. കാരണം ഭയമായിരുന്നു. പക്ഷെ ആ ദേശത്ത് ഞങ്ങൾ പോയി. റോഡെന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റിലും ഇളവി, എന്നും ബൈക്കുകൾ അപകടത്തിൽപ്പെടും. ബൈക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഇല്ല, കറണ്ട് ഉണ്ടെങ്കിലും ഒരു ചിമ്മിനി വിളക്കിന്റെ വെട്ടം പോലും ഇല്ലാത്ത ബൾബ്, അന്ന് ബൾബാണ്
ഇരുട്ടാണ്, കറണ്ട് ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ കൃപയാല് ദൈവം അവിടെ 3-4 കുടുംബങ്ങളെ ദൈവം നൽകി. ഞങ്ങൾ അവിടെ വന്നും പോയാണ് അങ്ങനെ ശുശ്രൂഷ ചെയ്തു വന്നത്. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേന്, ഞാൻ പറയുന്ന മൂത്ത കുഞ്ഞ് അവനെപ്പോഴും 6 മാസം പ്രായം വരും. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രികളിൽ ഈ 12 മണിയാകുമ്പോഴത്തേന് ഈ കുഞ്ഞിന് കിടക്കാൻ പറ്റത്തില്ല. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭയങ്കര നിലവിളിയാണ്. ആരുടെ കയ്യിലും ഇരിക്കത്തില്ല, കിടത്തിയാലും നിൽക്കത്തില്ല. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ചാലും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും. ഫ്രണ്ടിലൊരു വീടുണ്ട്, ആ പുള്ളി ഒന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. പുറകില് ഈ 2 കല്ലറയും ഭയങ്കരമായിരിക്കുന്ന കാടും, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് പ്രിയമുള്ളവരെ 12 മണിക്ക് തുടങ്ങിയ കരച്ചിൽ 3 മണി വരെയൊക്കെ ഇങ്ങനെ അങ്ങ് നീണ്ടു നിൽക്കും. എന്ത് ചെയ്യണം, ആരും ആശ്രയമില്ല. അങ്ങനെ പല ദിവസങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ദേശാധിപതി ശക്തിയാണ്. ആമേൻ. അങ്ങനെ ആമേൻ എന്തോ വരട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ചില ദർശനങ്ങളൊക്കെ ദൈവം കാണിച്ച് അതിനൊക്കെ എതിരെ അതെല്ലാം പറഞ്ഞ് ദൈവം കാണിച്ചു തന്ന നിയോഗ കണ്ടറിഞ്ഞ് ഞങ്ങളത് പ്രാർത്ഥിച്ച് പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ ദേശത്തായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ അനുജൻ വിദേശത്ത് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കിടന്നിട്ട് സെവനപ്പെടുത്ത് കുടിച്ച് താൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ 14-ന്റെ അന്നാണ് ബോഡി നാട്ടിൽ വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ മരണം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2 മാസം കഴിയുന്നതിന് മുന്നേ താൻ എഴുതിയിട്ട് പോയ ടെസ്റ്റിന്റെ ജോലിക്കുള്ള ഓർഡർ ലെറ്റർ പപ്പയുടെ കയ്യിൽ കിട്ടാനിടയായിത്തു. പപ്പ ഒരു പാസ്റ്ററായിരുന്നു. അനേക വർഷങ്ങൾ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ അനേക സഭകൾ സ്ഥാപിക്കുകയും ഇന്നും ഒത്തിരി സഭകൾ അതിനകത്തുണ്ട്. അവിടെ നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയും ചെയ്ത ഒരു അഭിഷക്ത ദൈവദാസനാണ്. പക്ഷേ ഈ മകന്റെ മരണം പപ്പയ്ക്ക് ഭയങ്കര ഷോക്കായിരുന്നു. മാത്രമല്ല, ഈ ജോലിക്കുള്ള പോസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ അത് പപ്പയുടെ കയ്യിൽ കിട്ടിയപ്പോൾ പപ്പയ്ക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷയായിരുന്നു, ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതും ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അനുജൻ മരിച്ചു 2 വർഷം തികഞ്ഞപ്പോൾ പപ്പയും ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ആമേൻ വളരെ പ്രയാസത്തിന്റെ നടുവിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പുതിയ പ്രവർത്തനം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുവാൻ അനുജനാണ് എന്തെങ്കിലും തരുന്നത്. ആമേൻ. അപ്പൊ ഞാൻ പപ്പ മരിക്കുമ്പോഴത്തേന് 2ാമത്തെ മോളെ 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ പപ്പ മരിക്കുന്നത്. അങ്ങനെ ആമേൻ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. 2 മരണവും നടന്നപ്പോൾ ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ കരയുന്നവരല്ലേ, നിങ്ങൾ ഉപവസിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് വന്നു? നിങ്ങൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തത് കൊണ്ടാണ്, നിങ്ങൾ എന്തൊക്കെയോ അപരാധങ്ങൾ നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് ദൈവം പോലും പൊറുക്കാത്തത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും അകന്നു പോയി. അവിടെ ഉള്ള മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോഴൊന്നും വെളിപ്പാട് കിട്ടിയില്ലേ, നിങ്ങൾ അനേകർക്ക് വെളിപ്പാട് പറയുന്നതല്ലേ? എന്തൊക്കെയുള്ള ചോദ്യങ്ങളുടെ നടുവിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ മൗനമായി, കർത്താവെ ഇതൊക്കെ കേൾക്കേണ്ടുന്ന വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സ്വയം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിനകത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അവരുടെ പപ്പ എപ്പോഴും ബൈബിൾ വായിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കും. ആ ചെയർ, അതുപോലെ തന്നെ ആ പുസ്തകങ്ങളൊക്കെ എപ്പോഴും പപ്പ അവിടെ ഇരുന്ന് വായിക്കും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ടുള്ള ആശ്രയമൊക്കെ തകർന്ന് ആശ്രയിച്ച കൊമ്പുകളെല്ലാം 2 കൊമ്പിനെയും ദൈവം വെട്ടി. ഞങ്ങളുടെ ആശ്രയം മുഴുവൻ ഇവരില്ല. പപ്പ സ്കാനിങ് എടുക്കാൻ പൈസ വേണമെന്ന് പറയുമ്പോൾ പപ്പ സ്കാനിങ് എടുക്കാൻ പൈസ ആശുപത്രി കൊണ്ടുവരും. പപ്പ മീൻ മേടിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ പപ്പ മീൻ മേടിച്ചു കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ഇവരിൽ ആശ്രയിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. മൂത്തൊരു കുഞ്ഞുണ്ട്, 2ാമത് 6 മാസം പ്രഗ്നന്റ് ആണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനുജന്റെ പപ്പയുടെ മരണം സംഭവിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ഒരു പിന്മാറ്റക്കാരനായി. താൻ താടിയൊക്കെ വളർത്തി ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. പറഞ്ഞു, എനിക്ക് പപ്പ മരിച്ചത് സങ്കടമില്ല, എൻ്റെ അനുജനെ രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തെ ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല. ഈ പുസ്തകം തറയെ വെച്ചു. കേൾക്കണം. പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ അനുജൻ വിദേശത്ത് പോയതാ, ഞാനാണ് അവനെ എയർപോർട്ടിൽ കൊണ്ട് ടാറ്റ പറഞ്ഞു വിട്ടത്. ഇത്രയും ചുറ്റുപാട്, ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളാ, അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോയി അവർ സന്തോഷത്തോടെ ജീവനോട് വരുമ്പോൾ, ഞാൻ ജീവനുള്ള ദൈവത്തെ പ്രസംഗിച്ചിട്ട് ആരാധിച്ചിട്ട് എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തെ ഇനി പ്രസംഗിച്ചിട്ട് എന്തർത്ഥമെന്ന് പറഞ്ഞ് ഇനി ഇത് ചെയ്യത്തില്ല, ഈ പുസ്തകം പ്രസംഗിക്കത്തില്ല, എവിടെയെങ്കിലും ഒരു വിശ്വാസിയായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് ഈ മരണ സമയത്തൊക്കെ പാസ്റ്റേഴ്സൊക്കെ വന്നു ഒത്തിരി ആശ്വാസ വാക്കുകളൊക്കെ പറയും.
പക്ഷെ പുള്ളി പ്രാർത്ഥനയ്ക്കൊന്നും ഒരിക്കലും മാറി അങ്ങ് ചെന്നിരുന്ന് ദുഃഖിച്ച്. കാരണം അനുജനെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായിരുന്നു. പിണങ്ങത്തില്ല, അവർ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്. വസ്ത്രങ്ങൾ മാറി മാറി, ഒരു വസ്ത്രം തന്നെ മാറി മാറി ഇടും. അങ്ങനെയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ 10 മണിയായപ്പോൾ ഞങ്ങളോട് ഫോൺ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ച്, എന്നെ ചേട്ടത്തി എന്നാ വിളിക്കുന്നത്, ചേട്ടത്തി ചേട്ടാ എന്നൊക്കെ വിളിച്ച്, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ നാട്ടിലെത്തും, ആ മൂത്ത കുഞ്ഞിന്റെ ബർത്ത്ഡേ സമയത്ത് വരും, അന്ന് അവൻ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും നിങ്ങൾ മേടിക്കേണ്ട, എല്ലാം കൊണ്ട് ഞാൻ വരുമെന്ന് 10 മണിയായപ്പോൾ ഞങ്ങളോട് വിളിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് രാത്രി 1 മണിയായപ്പോൾ ഞങ്ങൾ അറിയുന്നത് മരണ വാർത്തയായിരുന്നു. പ്രിയമുള്ളവരെ, അത് ഞങ്ങളുടെ കുടുംബത്തെ ഉലയ്ക്കുവാനിടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊരിക്കൽ കൂടെ പറയുന്നു, ആശ്രയിച്ച കൊമ്പിനെ അത് തകർന്നു പോയി, ഞങ്ങളുടെ ജീവിതവും തകർന്നു പോയി. അങ്ങനെ എൻ്റെ ഭർത്താവ് തികഞ്ഞൊരു പിന്മാറ്റക്കാരനായി. ഇനി പുസ്തകം പ്രസംഗിക്കില്ലെന്നും എടുക്കത്തില്ലെന്നും പറഞ്ഞ് പിടിവാശിയോടിരിക്കുമ്പോൾ വെളുപ്പിനെ 3:30 ആയപ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു, നീ എൻ്റെ വേല ചെയ്യണം, നിന്റെ പപ്പയും നിന്റെ അനുജനും എൻ്റെ സന്നിധിയിലുണ്ട്, നിനക്ക് ഇനി അവരിങ്ങോട്ട് വന്ന് കാണത്തില്ല, നീ അങ്ങോട്ട് പോയി കാണും, അതിനുവേണ്ടി നിന്നെ ഒരുക്ക് എന്ന് പറഞ്ഞ് ഒരു ദൂതൻ വന്ന് സംസാരിക്കുക. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് സ്വപ്നത്തിലാ പറയുന്നത്, ഇല്ല, എൻ്റെ അനുജനെ രക്ഷിക്കാൻ കഴിയാത്ത ഈ ദൈവത്തെ ഞാൻ ഇനി എങ്ങനെയാ പ്രസംഗിക്കുക, പറഞ്ഞതാ ഞാൻ എങ്ങനെ ഞാൻ പ്രസംഗിക്കുക, ഇത്രയും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ, ഇവിടെ മധ്യ ഞാൻ എന്ത് മറുപടി പറയും, എനിക്ക് മറുപടി ഒന്നും പറയാനില്ല, ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല, പോ, ദൈവവേല വിട്ടെന്ന് പിന്നെയും താൻ പറയുമ്പോൾ അടുത്തൊരു ദൈവശബ്ദം കേൾക്കുക, നീ എൻ്റെ വേല ചെയ്തില്ലെങ്കിൽ നിന്റെ മൂത്ത തലമുറയെ ഞാൻ തൊടുമെന്ന് പറഞ്ഞു. ആമേ. അപ്പോഴും പുള്ളി വിചാരിക്കുന്നു ഇത് ചുമ്മാ പറഞ്ഞതാ, ഇത് നടക്കത്തില്ല, ഇത് സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും മനസ്സിനകത്തുള്ള കാഠിന്യം മാറുന്നില്ല, സമർപ്പിച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴും പറയും, ഇനി എന്ത് വന്നാലും ഇനി ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് ഈ ദൈവവേല ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പിടിവാശി അടിക്കുമ്പോൾ ഈ സ്വപ്നം കണ്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ മൂത്ത കുഞ്ഞ് പെട്ടെന്ന് കളിച്ചുകൊണ്ട് നിന്നെടുത്ത് നിന്ന് അവൻ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അവൻ ആഹാരം കഴിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല, ആരുടെ കയ്യിലും ഇരിക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാൻ കഴിയാതെ, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു, ഇന്ന് തന്നെ അഡ്മിറ്റ് ആകണം. നീണ്ട 6-7 ദിവസങ്ങൾ അവിടെ കിടന്നിട്ടും രോഗം എന്തെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഡോക്ടേഴ്സ് ഒക്കെ കടന്നു വന്നു, അവരല്ലേ ഇതെന്താണ്, ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇനി നിങ്ങൾ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റൽ, SAT ഹോസ്പിറ്റൽ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. ഇവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഇവർ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ വിടുന്നില്ല, ഞങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ആരുടെ കയ്യിലും ഇരിക്കുന്നില്ല. എന്താണ് സംഭവിക്കുക, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ വിട്ട് പോകുക, അവന് എന്തൊക്കെ സംഭവിക്കാൻ പോകുക, അവന് സംസാരിക്കാൻ പറ്റുന്നില്ല, അവന്റെ വായിൽ കൂടെ എപ്പോഴും ഇങ്ങനെ തുപ്പൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അവർ പറയുന്നത് തൊണ്ടയ്ക്കകത്ത് എന്തോ ഉണ്ടായതാണ്, ഇൻഫെക്ഷൻ ആണ്, അതാണ് ഇതാണ്, അതാ വെള്ളം പോലും കുടിച്ചടക്കാൻ പറ്റത്തത്, ഇവൻ വിശപ്പ് കൊണ്ട് കരയുകയാണ്, ഇവന് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുമില്ല. അങ്ങനെ രാത്രിയിൽ ആ മമൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, കാട്ടാക്കട മമൽ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ 12:30 അടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക, കർത്താവെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി ഒരു വിടുതൽ കർത്താവ് നൽകണമേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഇവന്റെ കരച്ചിലിന്റെ ശബ്ദം ഞങ്ങൾക്ക് സ്വസ്ഥത കടത്തി. അന്ന് രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ പറഞ്ഞു, കർത്താവെ എൻ്റെ കുഞ്ഞിനെ വിട്ടിരിക്കണമേ, ഞാൻ അങ്ങയുടെ വേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ നാവ് കൊണ്ട് പറഞ്ഞ്, എൻ്റെ കുഞ്ഞിനെ വിട്ടിരിച്ചാ ഞാൻ നിന്റെ വേല ചെയ്യാ, ഇനി ഒരു മരണം എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുഞ്ഞിന്റെ ഓട്ടവും ചാട്ടവും കളിയൊക്കെയാണ് ഈ മരണമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഇവനെ കളിപ്പിച്ച് ഇവന്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ആ സങ്കടങ്ങൾ മറന്നു പോകും. അപ്പൊ ഇവനായിരുന്നു ഞങ്ങൾക്ക് അപ്പോഴുള്ള ഒരു ആശ്രയം. പ്രിയമുള്ളവരെ, പറഞ്ഞത് കേൾക്കുന്നു. ആ രാത്രിയിൽ 12:30 മണി കഴിഞ്ഞ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ, എന്റെ കുഞ്ഞിനെ ഇപ്പൊ നീ വിടുവിക്കണം, ഇവന്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. അപ്പോൾ അന്ന് കണ്ട സ്വപ്നത്തിന്റെ ആ ശബ്ദം ഓർമ്മ വന്നു. ഇങ്ങനെ പറഞ്ഞു, നീ എന്റെ വേല ചെയ്ത് ഞാൻ നിന്റെ തലമുറയെ തൊടുമെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം ഓർമ്മ വന്നിട്ട് പറഞ്ഞു, ഇത് ദൈവം തൊട്ടതാണെന്ന് മനസ്സിലാക്കി ആ രാത്രിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം കർത്താവേ, എന്റെ കുഞ്ഞിനെ വിടുവിക്കണമേ. ആ തീരുമാനം എടുത്ത ഉടനെ അവന്റെ കരച്ചിൽ നിന്നു. അവൻ ഉറങ്ങാൻ തുടങ്ങി. ആഴ്ചകളായി 5-6 ദിവസമായി ഉറങ്ങിയിട്ട്, പകലും ഉറങ്ങത്തില്ല, രാത്രി ഉറങ്ങത്തില്ല, നമുക്കറിയാമല്ലോ. ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ അന്ന് ആ തീരുമാനമെടുത്ത സ്പോട്ടിൽ അവൻ ഉറങ്ങി എഴിച്ച് അവൻ പാല് കുടിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് അവന് 16 വയസ്സാകുന്നു. പ്രിയമുള്ളവരെ, ആയുഷോടെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ചർച്ചില് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്റർ പപ്പ
പപ്പ ഇവിടെ ഇരിക്കുമ്പോഴാ പപ്പ മരിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, എങ്കിൽ പാസ്റ്ററിന് മകനുണ്ടല്ലോ, മകൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആ വിശ്വാസികൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. അന്ന് ഞങ്ങൾ വരുമ്പോൾ ഈ സഭയിൽ ഒരു പൊളിഞ്ഞു പോയ സഭയാണ്, 40 വർഷം പഴക്കമുണ്ട്. 8 വിശ്വാസികളായി സഭയ്ക്കകത്തുണ്ടായിരുന്നത്. അന്ന് വരുമ്പോഴും പ്രിയമുള്ളവരെ ഒന്നും കണ്ടിട്ടില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നും എല്ലാ വഴികളും അടഞ്ഞ് ആ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാസികൾ വന്ന് പറയുന്നത്, ഇങ്ങനെ പപ്പ ഇരുന്ന സഭയിലോട്ട് നിങ്ങളെ വിളിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്ത്, നിങ്ങൾ പോകാൻ റെഡിയാണോ? ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ മതി, കാരണം ഈ വീട്ടിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പപ്പയുടെയും ഇവരുടെയൊക്കെ ആ റൂമും അവരുടെ ഇതൊക്കെ അവിടെ നമുക്ക് പറ്റത്തില്ല, അങ്ങനെ സാഹചര്യം എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുക, അത് ഞാൻ 6 മാസം പ്രഗ്നന്റ് ആണ്, 2ാമത്തെ മോളെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ റൂമിനകത്ത് കയറി, കർത്താവേ എനിക്ക് ഒന്നും അറിയത്തില്ല അപ്പാ, 40 വർഷം പഴക്കമുള്ള വിശ്വാസികളുടെ നടുവിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത എന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ട എനിക്ക് അവര് എന്തെങ്കിലും ബൈബിളിൽ നിന്നൊരു സംശയം ചോദിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, അവര് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടല്ല കർത്താവ്, ഞാൻ അവിടെ ഒരു പൊട്ടിയെ പോലെ ചെന്ന് ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? അവരെല്ലാം വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു നാളെ നമുക്ക് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിനകത്ത് കയറി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണം, പോകണമോ? ഞങ്ങൾ പോയാൽ പരാജയപ്പെടുമോ? ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഉള്ള ഒന്നും ഒരു അറിവും ഒരു കഴിവും ഒന്നും ഇല്ല കർത്താവേ എന്നും പറഞ്ഞ് നിറയെ കണ്ണുകളോടെ ദൈവസ്ഥയിൽ ഇരിക്കുമ്പോ ദൈവശബ്ദം കേട്ടു മോശ പറഞ്ഞതുപോലെ, നീ കഴിവുകൾ പറയുകയാണോ? ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കാമെന്നല്ലേ പറഞ്ഞത്, നീ പോ എന്നൊരു ദൈവശബ്ദം എന്റെ കാതുകൾ മുഴങ്ങി. ഞാൻ അതിനെ പിടിച്ചു. വായോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മോശ പിന്നെയും അങ്ങോട്ട് തർക്കിക്കുകയാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ നീ ധൈര്യപ്പെടുന്നത് എന്നുള്ളൊരു ദൈവശബ്ദത്തിന്റെ കീഴിൽ ഞങ്ങള് ഈ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. 7ാം മാസത്തെ സ്കാനിങ്ങിന് ദിവസമായി പ്രിയമുള്ളവരെ, 5ാം മാസത്തെ സ്കാനിങ്ങിന് പൈസ തന്നത് പപ്പയായിരുന്നു. 7ാം മാസത്തെ സ്കാനിങ്ങിന് പൈസ തരാൻ പപ്പയില്ല, ആരും ആശ്രയമില്ല. പുതിയ പ്രവർത്തനം, പുതിയ ആൾക്കാര്, പുതിയ സാഹചര്യം. പാസ്റ്റേജിന്റെ ഒരു സൈഡിൽ ഒരു ചായ്പ് പോലെ, ഒരു ടാർപ്പ് പോലെ ഒരു ചെറിയ ഒരു റൂമും ചെറിയൊരു കിച്ചണും, അതിനകത്ത് ആ ചൂടിന്റെ ആധിക്യം കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല. കൊതുകും ഹോസ്പിറ്റലിനോട് ചേർന്നാണ് ഈ ചർച്ച്. കൊതുകും മട്ടയും അതുപോലെ വലിയ ബുദ്ധിമുട്ടുകളാൽ ഇവിടെ ഞങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. എങ്കിലും പ്രിയമുള്ളവരെ ദൈവം ഞങ്ങളെ മാനിക്കുവാനിടയായി തീർന്നു. 7ാം മാസത്തെ സ്കാനിങ്ങിന് പൈസയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ 1 രൂപ പോക്കറ്റിനകത്തില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നാളെ ഞങ്ങൾക്ക് സ്കാനിങ്ങിന് പോകണം, പൈസകളൊന്നും കാശുകളൊന്നും കരങ്ങളിലില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കൃപയാൽ നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്തൊരു ഹോസ്പിറ്റലാണ്. അവിടെ ചില ദിവസങ്ങൾ ട്രീറ്റ്മെന്റിന് വന്നിട്ടും കുറയാതെ സൗഖ്യമാകാതെ 2 ആന്റിമാർ ആരോ പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ ഒരു പാസ്റ്റർ അങ്ങ് ദൂരം നിന്ന് വന്നിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അങ്ങനെ അവർ ഏകദേശം 1-2 ആഴ്ച അവർ ആശുപത്രി അഡ്മിറ്റാ. ഇവിടെ കടന്നു വന്നു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു. ചില ആലോചനകൾ, ദൂതുകൾ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. അവിടെ തലവേദന അപ്പം വിട്ടുമാറി. ആ സ്പോട്ടിൽ മരുന്നുകൾ കൊടുത്തിട്ടും കഴിയാത്തത്, അവിടെ അഡ്മിറ്റ് ആയിട്ടും കുറയാത്തത്, അപ്പോഴും വരുമ്പോഴും അവർക്ക് ആ രോഗമുണ്ടായിരുന്നു. സ്കാനിങ്ങിലൊന്നും ഒരു രോഗമില്ല, പക്ഷെ പുള്ളിക്കാരത്തേക്ക് തലവേദന മാറുന്നില്ല. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി വെള്ളം കുടിച്ചപ്പോൾ തന്നെ ദൈവം പൂർണ്ണ വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2 ആന്റിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആന്റി 500 രൂപ, ഒരു ആന്റി 200 രൂപ. അന്ന് 700 രൂപ മതി സ്കാനിങ്ങിന്. പ്രിയമുള്ളവരെ, ആ കറക്റ്റ് പൈസ സ്വർഗത്തിലെ അപ്പ നൽകുവാനിടയായി തീർന്നു. ഈ ലോകത്തിന്റെ അപ്പൻ ഇല്ലാതെ പോയപ്പോൾ സ്വർഗത്തിലെ അപ്പനോട് ചോദിച്ചപ്പോൾ ആ ആവശ്യത്തെ അറിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത്, ഒന്നിനും കുറവില്ലാതെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഇതുവരെയും ഈ ജീവിതയാത്രയിൽ വഴി നടത്തിയ ഒരു നല്ല കർത്താവിനെ, നല്ലൊരപ്പനെ, എന്താവശ്യം വന്നാലും ദൈവം ആവശ്യങ്ങളുടെ ആ സമയമാകുമ്പോൾ വഴികളെ തുറന്ന് അറിയപ്പെടാത്ത മേഖലകളിലൂടെ ഇന്നും നടത്തുന്ന വിധങ്ങൾ വലുതാണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്കാനിങ് എടുക്കാൻ വേണ്ടി അങ്ങനെ കടന്നു പോവുകയാണ്. അന്ന് മുതൽ എന്ത് ആഹാരം, ഞങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട്, ഇവിടെ വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അതൊന്നും ഇപ്പൊ ഞാൻ പറയാൻ മുതിരുന്നില്ല. ആഹാരത്തിന് വേണ്ടി ഇഷ്ടമുള്ള ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ബനാന കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്ററുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിയുന്നത്, കർത്താവേ എനിക്ക് ഇങ്ങനെ കഴിക്കണമല്ലോ, ഞാൻ കർത്താവേ
എനിക്ക് തരണമേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവേ എനിക്ക് നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് ചെറുതായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഞങ്ങൾ വിട്ടു. പ്രിയമുള്ളവരെ, അന്ന് വൈകിട്ട് ആയപ്പോ ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വരുന്ന സഹോദരൻ, ആ പുള്ളിക്കാരൻ ഇതുവരെ ആയുസ്സിൽ ഒന്നും മേടിച്ചോണ്ട് വന്നിട്ട് അറിയില്ല. പക്ഷെ അന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി ബേക്കറി കയറിയപ്പോ കേക്ക് ഇരിക്കുന്നത് കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു നിങ്ങൾക്ക് മേടിച്ചോണ്ട് വരണമെന്ന്. അങ്ങനെ കൊണ്ടുവന്ന് ഒന്ന് ചോദിച്ചെടുത്ത് 10 എണ്ണം പ്രിയമുള്ളവരെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുവാനിടയായി തീർന്നു. എന്ന് ഞാൻ പറയട്ടെ, അതെന്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്തൊരു കാര്യമോ. എന്താവശ്യമുണ്ടോ ഇല്ലായ്മയുടെ നടുവിലും ഈ സുവിശേഷ വേല നിമിത്തം പല നിന്ദകൾ, കഷ്ടതകൾ, അപമാനങ്ങളൊക്കെ സഹിച്ച് അതിന്റെ നടുവിൽ ദൈവം നിർത്തി 30 ദിവസം പോലും പൂർത്തീകരിക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആക്ഷേപിച്ചവരുടെ നടുവിൽ കൃപയാൽ ഇത് 13ാമത്തെ വർഷം ഈ ദേശത്ത് ദൈവം ഞങ്ങൾ ഉറപ്പിക്കുകയായി തീർന്നു. ഞങ്ങളുടെ മഹത്വവും നമ്മുടെ ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞ 8 പേരാ ഉണ്ടായിരുന്നേ. പക്ഷെ ദൈവം വിശാലപ്പെടുത്തി. അതിന് കാരണമായി ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയുകയാണ്. ഞങ്ങൾ വരുമ്പോഴത്തേന് ഇവിടെ അടുത്ത് ഒരു പെൺകുട്ടി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഏറിയ പൈസ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ടെന്ന്, ആ ഹോസ്പിറ്റലിൽ കൈയും കാലും കെട്ടി കട്ടിലിനോട് ഇട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. വിവാഹം കഴിഞ്ഞു, അവൾ 2 മാസം പ്രഗ്നന്റ് ആണ്. പക്ഷെ അവൾക്ക് പൈശാചികമായിട്ട് ശക്തി വരുമ്പോഴത്തേന് അവൾ കൈയെ മുറുക്കി വയറ്റത്തിടിച്ചിട്ട് പറയും ഇവന്റെ കുഞ്ഞിനെ തരത്തില്ല എന്ന് പറഞ്ഞ് അവൾ സ്വയം ആ കുഞ്ഞിനെ വയറ്റിലോട്ട് അല്ലെങ്കിൽ ആ വയറ്റിലിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. തീർന്നില്ല, ഇവൾക്ക് ആ പൈശാചിക ശക്തി ഇളകുമ്പോഴത്തേന് ചെറിയ അവളുടെ വിരലിന്റെ ഒരു ഭാഗം ഇങ്ങനെ വെട്ടും. അത് കഴിഞ്ഞ് പുറം തലയ്ക്ക് ഒരു വേദന വരും. അത് കഴിഞ്ഞ് ഇവള് ആ സഹോദരിയെ മറ്റേ ആ ഹോസ്പിറ്റലിലെ കൈകാലം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്വന്തം അമ്മ പറഞ്ഞു ഇവളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, കാരണം ഇവളെ കൊണ്ട് സമാധാനം ഇല്ല. ഇവള് ദേശം മുഴുവനും നടുക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. ദേശക്കാർക്കൊക്കെ അറിയാം. മാത്രമല്ല ഇവർക്ക് പൈശാചിക ശക്തി ഇളകുമ്പോഴത്തേന് മീന് കഴുകുന്ന വെള്ളം, അതുപോലെ ചൂല് കൊണ്ട് അടിക്കുന്ന ഒരു പതിവ്, അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ ഉള്ളവർ വിചാരിച്ചിരിക്കുന്നത് പിശാച് ഓടിപ്പോകും. അതുപോലെ തന്നെ ക്ലോസറ്റിനകത്ത് ബ്രഷ് ഉണ്ടാക്കി ആ വെള്ളം കൊണ്ട് അങ്ങനെയൊക്കെ തളിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വളരെ ഒരു അവസ്ഥയിലൂടെ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും ഒരു വിടുതൽ കിട്ടിയില്ല പ്രിയമുള്ളവരെ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു പാസ് അങ്ങ് വന്നിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും. മന്ത്രവാദിയുടെ കാര്യമൊക്കെ പറഞ്ഞത്, മന്ത്രവാദത്തിന് കൊണ്ട് അതൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു ആന്റി? ഇല്ല. പ്രൈസലോ. ഈ പെൺകുട്ടിയെ മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയി. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, ആറുകാണി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ മന്ത്രവാദത്തിന് വേണ്ടി കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഏകദേശം 80,000 രൂപ വരെ മന്ത്രവാദത്തിന് വേണ്ടി കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് മന്ത്രവാദി പറഞ്ഞ് എല്ലാം പോയിട്ടുണ്ട്, ഒന്നും പോയിട്ടില്ല, അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, അത് പോകണമെങ്കിൽ കുഞ്ഞു പള്ളികളിൽ കൊട്ടടിച്ച് പാടുന്ന അവരുടെ അടുക്കൽ കൊണ്ടുപോയാൽ അത് പോകും, ഇവിടെ തീരാത്തിനൊക്കെ ഞങ്ങൾ അങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നതെന്ന് അവർ തന്നെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇവിടെ അവരുടെ ബന്ധത്തിലുള്ള ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു പാസ് വന്നിട്ടുണ്ട്, ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 11:30 രാത്രി 11:30 ആയപ്പോ അവർ കൂട്ടുകുടുംബമാണ്. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് തന്നെ 5 കൂടപ്പറപ്പുകളുണ്ട് പ്രിയമുള്ള. അങ്ങനെ അവർ ഒരു കൂട്ടം പേരായിട്ട് ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ പാസ്റ്റർ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം, ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പൈശാചിക ബന്ധനമാണ്. അപ്പൊ പാസ്റ്ററിനാണെങ്കിൽ ഇത് കണ്ടുള്ള പരിചയമുള്ളൂ, സ്വയം ഒന്നും അങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 6 മാസം പ്രഗ്നന്റ് ആണ്. അതിന്റെ നടുവിൽ എൻ്റെ പാസ്റ്റർ അമ്മ പറയുന്നു നീ പോകണ്ട, കാരണം നീ എന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അതൊക്കെ ഇനി ഗർഭിണിയായിരിക്കുന്ന ഭാര്യയ്ക്ക് അത് പ്രശ്നമാകും, അതുകൊണ്ട് മക്കള് മോനെ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പോയാൽ മതി, അവരോട് പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും എന്ത് ചെയ്യുന്നറിയാം അവർ പോയില്ല പ്രിയമുള്ളവർ. അവർ പറഞ്ഞ് പാസ്റ്ററെ കൊണ്ടേ പോകത്തുള്ളൂ. പാസ്റ്റർ എന്തെന്നറിയാം അകത്ത് പോയി ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും, കർത്താവ് ഞാൻ അവിടെ പോകുന്നു, എനിക്ക് ഭൂതം ഒഴിച്ചൊന്നും ഒരു പരിചയമില്ല, കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ പോയി. കൃപയാൽ ആ വീടിന്റെ മുറ്റത്ത് കാല് ചവിട്ടിയതും ആ പെൺകുട്ടി നോർമലായി.
അവരുടെ മേലുള്ള പൈശാചിക ശക്തി വിട്ടുപോയി അവൾ സംസാരിക്കാൻ തുടങ്ങി. അവൻ പാസ്റ്ററോട് കാര്യം പറയാൻ തുടങ്ങി. അവൻ എന്തിനാ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്? അവൾ കൂളായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പാസ്റ്റർ എണ്ണയും വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു തലവേദനയാണ് ആരംഭം എന്ന് പറഞ്ഞില്ല. തലവേദന ആരംഭം വരുമ്പോഴത്തേന് ഇത് പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ പുരട്ടി എണ്ണ പുരട്ടുമ്പോൾ അവൾക്ക് വിടുതലായി. വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തതും അവൾക്ക് വിടുതലായി. അങ്ങനെ അവര് ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിലെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീർന്നു. ആ ദൈവം പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവൾ ഗർഭിണിയായിരുന്നു, മാറി മാറി വയറ്റത്തിടിക്കും. ലോകം മുഴുവനും അല്ലെങ്കിൽ ദേശം മുഴുവനും ഇനി ആ പെൺകുട്ടി രക്ഷപ്പെടത്തില്ല, മാനസിക രോഗി അല്ലെങ്കിൽ നമുക്കേ അറിയാവുന്ന പിശാചിന്റെ ബന്ധനമാണെന്ന്. അപ്പം മറ്റുള്ളവരൊക്കെ പറയുന്നത് ഈ കൊച്ചിന് മെന്റലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് മെന്റൽ എന്ന് പറഞ്ഞവൾ ഇന്ന് കൃപയാൽ അവൻ ഞങ്ങളുടെ ചർച്ചിലെ ആക്റ്റീവ് മെമ്പറാണ്. പിന്നെയും ദൈവം അവർക്ക് 2 ഇരട്ട പിള്ളേരെ കൊടുത്തു. അങ്ങനെ 3 പിള്ളേരുടെ അമ്മയായി കർത്താവ് അവൾക്ക് കൊടുത്ത സാക്ഷ്യത്തെ അല്ലെങ്കിൽ അനുഭവത്തെ അനേകരിടങ്ങൾ പറയുവാൻ ഇന്ന് അധികം ഉത്സാഹത്തോടെ ആ സഹോദരി കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. ആമേൻ. അങ്ങനെ ആ വെള്ളിയാഴ്ച കടന്നു വന്നു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമേൻ. കൃപയാൽ അവൾക്ക് കിട്ടിയ സൗഖ്യം ആ കുടുംബത്തിനകത്ത് നിന്ന് 12 പേർ സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. അവരുടെ കുടുംബത്തിനകത്തെന്ന് പറഞ്ഞ അവരുടെ കുഞ്ഞമ്മമാർ, അതുപോലെ അവരുടെ മക്കൾ, അങ്ങനെ 12 പേർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും അതോടെ ഞങ്ങളുടെ ചർച്ചിൽ ആത്മാക്കൾ കടന്നു വന്ന് 3 മാസം തികക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം വൻ കാര്യങ്ങളെ അപ്പനും സഹോദരനും നഷ്ടപ്പെട്ടിട്ട് ലോകമെല്ലാരും പറഞ്ഞു ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല, ഈ കുടുംബം പോക്ക് തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കളൊന്നും ഞങ്ങളോട് മിണ്ടത്തില്ല, ഞങ്ങൾ അവർക്കൊരു ബാധ്യതയാകുമെന്ന് പറഞ്ഞ് ആരും ഞങ്ങളുടെ വീട്ടിൽ വരികയോ മിണ്ടുകയോ സുഖമായിട്ടിരിക്കുകയോ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ചോദിക്കുക. എല്ലാവരും മാറിപ്പോയി പ്രിയമുള്ളവരെ. ആരും സഹായത്തിനില്ലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ കൈവിട്ടില്ല. കരം പിടിച്ചവൻ പറഞ്ഞു ഞാൻ വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഞങ്ങളെ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു വിട്ടത് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന VA തമ്പിച്ചായൻ പാസ്റ്ററാണ്. ഒരു വലിയൊരു കൺവെൻഷൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ഞങ്ങൾ 2 പേരെ നിറഞ്ഞ കണ്ണുനീരോടെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പനും സഹോദരനും നഷ്ടപ്പെട്ട ലോകക്കാരെല്ലാം ഇങ്ങനെ അപവാദങ്ങൾ പറയുന്നുവല്ലോ. എന്നെ കുറിച്ചും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞൊരു വാക്കിതാണ് പ്രിയമുള്ളവരെ. അവൻ വലതു കാല് വെച്ച് കയറി വന്നതോടെ ഞങ്ങളുടെ കുടുംബം തൊലഞ്ഞുവെന്ന്, നഷ്ടമായി, ഞങ്ങൾ വന്നു കയറിയതോടെ കുടുംബം തൊലഞ്ഞെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടെന്നറിയാവോ. ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഞാൻ പലപ്പോഴും കർത്താവേ ഇവരൊക്കെ പറയുന്നല്ലോ. കാണുമ്പോൾ ഭയങ്കര സ്നേഹം, ബന്ധുക്കളുടെ കാര്യമാണ് പറയുന്നത്. കാണുമ്പോൾ വിളിക്കും മക്കളെ, മോളെ, ചക്കര എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇവര് പറഞ്ഞു ഇവൾ വന്ന് കയറിയത് കാരണം, ഇവൾ വന്നത് കാരണം, ഇവള് കാരണമൊക്കെ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു കൂട്ടം. അതിന് നടുവിൽ ഞാൻ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, പായെടുത്തിട്ട് കമന്നുവിട് കർത്താവിന്റെ സ്ഥലം പ്രാർത്ഥിക്കും. കർത്താവെ, ഈ പറയുന്നവരുടെ നടുവിൽ ദൈവം ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങളുടെ കുടുംബം നഷ്ടമായ തൊലഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കളിയാക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്നവരുടെ നടുവിൽ ഞങ്ങളെ മാനിക്കണമേ എന്ന് എന്നും ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അന്നിങ്ങനെ സാക്ഷ്യം പറയാനോ പ്രസംഗിക്കാനോ ഇങ്ങനെയൊക്കെ വരുമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം അവസ്ഥകൾക്കൊക്കെ മാറ്റം നൽകി. നിന്ദിച്ചവരുടെ മധ്യേ അനേകരുടെ മുമ്പിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുക. വന്നു കയറിയത് നമ്മ കുടുംബം നശിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇന്ന് സ്ഥിതിയെ മാറ്റിമറിച്ചു. കേട്ടോ, എനിക്ക് വീട്ടിലെല്ലാവരും ഇട്ടുന്ന പേര് മിണ്ടാപ്പൂച്ച എന്ന. ഞാൻ ആവശ്യമില്ലാതെ ആരോടും മിണ്ടാൻ പോകത്തില്ല, ആരുടെയും ഒരു കാര്യവും പറയാൻ പോകത്തില്ല. പക്ഷെ മിണ്ടാപ്പൂച്ചയെ ഇന്ന് വചനത്തിന് മുമ്പേ ശക്തിയോടെ നിൽക്കുക. എങ്ങനെയാണ് ഈ മിണ്ടാപ്പൂച്ച ഇങ്ങനെ വചനമൊക്കെ പ്രസംഗിക്കുന്നു പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും ആശ്ചര്യം കൂറുമാറ്. നിന്നിച്ചവിടെ നടുവിൽ മാനിക്കുവരടയായി തീർന്നു എന്റെ ദൈവം. എന്റെ ശ്രേഷ്ഠതയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ നിത്യത്തിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ സ്റ്റേജിൽ വിളിച്ച് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല, പക്ഷേ എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം സർവശക്തനാണ്. എന്താവശ്യം വന്നാലും ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു മേടിച്ചോണ്. ഒറ്റ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ദേശത്തിലേക്ക് വിടുവാനിടയായി തീർന്നു. ആ കർത്താവിന്റെ ദാസൻ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്നുവെങ്കിലും ആ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു പ്രിയമുള്ളവരെ. ഞങ്ങൾ തീച്ചൂരുടെ അനുഭവങ്ങളിലൂടെ പോയാലും ഒരുപക്ഷെ കഞ്ഞി വയ്ക്കുവാൻ വീട്ടിൽ അരി കാണത്തില്ല, പട്ടിണിയായിരിക്കും, ഒന്നുമില്ലായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ ഒരു നിവർത്തിയും കാണത്തില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടാതെ ദൈവസ്ഥനിരിക്കും കർത്താവേ ഇന്ന ആവശ്യങ്ങളുണ്ട്, വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞത് മുഖാന്തര ദൈവം ഇതുവരെ നടത്തുവാനിടയായി തീർന്നു.
അങ്ങനെ ആ പെൺകുട്ടിക്ക് കൊടുത്ത വിടുതൽ ദേശം മുഴുവനും അറിഞ്ഞു. ഈ സഭയിൽ കടന്നു വന്നവൾ വിടുതൽ പ്രാപിച്ചു. അങ്ങനെ അവൻ ഇന്നും ഒരു സാക്ഷ്യമാണ്. ഇന്ന് ഹല്ലേലൂയ കെട്ടിയിട്ടിരുന്ന ആ ഭ്രാന്തി പോകുന്നത്, അല്ലെങ്കിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലോ പോകുന്ന കണ്ടോ അവൻ ഇങ്ങനത്തെ ബന്ധനമായിരുന്നു, അവൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് അവൻ വളരെ പ്രയാസമായിരുന്നു ശരീരം മുഴുവനും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുത്തു. ഇത് ഒരു കുടുംബം. അങ്ങനെ അനേക കുടുംബങ്ങളെ ഈ ദേശത്ത് നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അതുപോലെ തന്നെ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്നൊക്കെ വിടുവിച്ചു കൊണ്ടുവരുക ദൈവം ഭാഗ്യം നൽകി. തീർന്നില്ല. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ, കഴിഞ്ഞ വർഷം കൂട്ടപ്പൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ആ സ്ഥലത്ത് ഒരു വലിയ പേരുകെട്ട മന്ത്രവാദി കുടുംബമാണ്. കൃപയാ ആ മന്ത്രവാദി കുടുംബവും ഞങ്ങളുടെ സഭയിൽ കടന്നു വരുവാൻ ദൈവം ഭാഗ്യം നൽകി. പേരുകെട്ട മന്ത്രവാദം മാത്രമല്ല, ഈ ഞാൻ പറഞ്ഞ ദേവി ഹോസ്പിറ്റലിലെ ഈ ഡോക്ടറും അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള വ്യക്തികളൊക്കെ അവിടെ പോയി പ്രശ്നങ്ങൾ പരിഹരിച്ചവരാ. പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ മന്ത്രവാദി എന്ന് പറയുന്ന സുകുമാരൻ മന്ത്രവാദി മരിച്ചുപോയി. പക്ഷെ അവരുടെ മക്കളും മരുമക്കൾക്കൊന്നും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. രാത്രിയിൽ വീടിന്റെ മണ്ടക്കൂടെ ആള് നടക്കുന്നത് പോലെയും പാമ്പ് നുഴയുന്നത് പോലെയും ഭയങ്കര ശല്യം കാരണം അവരുടെ ആ ദേശത്ത് നിന്ന് ഞങ്ങളുടെ ചർച്ചിലിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ഒരു മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്തോത്രം പോകുമ്പോൾ അവരൊരു പ്ലാവിന്റെ മൂട്ടിൽ ഒരു വലിയ കല്ലിനെ എടുത്തു വെച്ച് ഒരു റെഡ് ഉള്ള ഒരു ചുവന്ന പട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് അവിടെ ചുടുകല്ലൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിൽ മെഴുകുതിരിയല്ല സാമ്പ്രാണിത്തിരി കത്തിച്ച് അതിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നത് കണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആന്റി ഇതല്ല ദൈവം. അപ്പൊ ഞാൻ കേട്ടു, ഈ കല്ല് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, പൂജാരി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തോട്ടിലിറങ്ങും, ആദ്യം ചവിട്ടുന്ന കല്ലിനെ എടുത്ത് അതിന്റെ മൂട്ടിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അതവര് ദൈവമെന്ന് അവർ ആരാധിക്കുമ്പോൾ ഞാനും പാസ്റ്റും കൂടെ അവിടെ പോയിട്ട് അതിനെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അതിനെല്ലാം ഉരുട്ടി പിന്നെയും താഴെ തള്ളിയിട്ട് അതിനെല്ലാം അതൊന്നും അല്ലെന്ന് പറഞ്ഞ് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഇന്നും ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു ഭയമാ. അവർ പറയുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തീർത്തു, നിങ്ങളുടെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തന്റെ സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ സാധുക്കളായിരിക്കുന്ന ഞങ്ങളിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, ഇനി എവിടെ ചെന്ന് നിൽക്കും, ജീവിതം തീർന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കി നിന്നവരുടെ നടുവേൽ ലജ്ജിപ്പിക്കാതെ ദൈവം നിർത്തി. എല്ലാം ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ദൂത്, വിളിച്ചവൻ നമുക്ക് വേണ്ടുന്നതൊക്കെ നൽകി തരുവ ശക്തനാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുക, നല്ല മനസ്സോടെ ആയിരിക്കുവാൻ ദൈവമിടയാക്കട്ടെ. മതിയോ ഇനി പറയണോ? സിസ്റ്ററിന് ഉണ്ടെങ്കിൽ അനുഭവങ്ങളെ കണ്ടിന്യൂ ചെയ്യാം, കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാം സിസ്റ്ററിന്റെ ഇപ്പൊ സഭയുടെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഇപ്പൊ സഭയ്ക്കകത്ത് എത്ര ആത്മാക്കളുണ്ട് സിസ്റ്റർ? 8 പേരിൽ നിന്ന് തുടങ്ങിയതാണല്ലോ ആന്റി. ഇപ്പൊ 3-4 പേര് ദൂരം കാരണവും പിന്നെ വരാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം 3 കുടുംബം ഇപ്പൊ അവര് അടുത്തുള്ള ചർച്ചിൽ പോകുന്നുണ്ട്. അതും 50 പേരോട് അടുപ്പിച്ച് വന്നതാണ്. അപ്പൊ അവരങ്ങനെ പോയപ്പോഴത്തേനും 33 പേര് ഉള്ള ഒരു സഭയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ ചർച്ചിൽ സൺഡേ സ്കൂളിൽ പിള്ളേരില്ലായിരുന്നു. 2 പിള്ളേരാണ് സൺഡേ സ്കൂളിൽ ഉണ്ടായത്. ഇന്ന് കൃപയാല് ആ 2 പിള്ളേരുടെ അടുത്ത് നിന്ന് ദൈവം 25 പിള്ളേരോട് അധികം പിള്ളേരെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. അന്ന് പാടാൻ ആരും ഇല്ലായിരുന്നു, അതുപോലെ കീബോർഡ് ഇല്ലായിരുന്നു, സൗണ്ട് സിസ്റ്റം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കൊരു സഹോദരിയെ നൽകി. അപ്പം എനിക്കും ഒരു കുഞ്ഞാണുള്ളത്. അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കരം കോർത്ത് പ്രാർത്ഥിക്കും. ഒരു ഡയറി എടുത്ത് വിഷയങ്ങൾ എഴുതി അന്ന് ഞങ്ങൾ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ ചർച്ച് യൗവനക്കാരെ തരണമേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരണമേ, അതുപോലെ മൈക്ക് സിസ്റ്റം തരണമേ, കീബോർഡ് തരണമേ, കീബോർഡ് വായിക്കുവാൻ അറിയാവുന്നവർ തരണമേ എന്നൊക്കെ പറഞ്ഞ് എന്ന് ഞങ്ങൾ 10:30 പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 3:30 മണി 4 മണി വരെ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ 2 പേരെ ഉള്ളെങ്കിലും ഞങ്ങളുടെ ആ പ്രാർത്ഥന ഭയങ്കര എഫക്റ്റായിരുന്നു ആൻറ്റി. മാത്രമല്ല അന്യഭാഷ ഞങ്ങൾ ആത്മാവിൽ അതിനകത്ത് പ്രവചനവും ദൂതും വ്യക്തമായി 2 പേരാണെങ്കിലും 10 പേരിരിക്കുന്ന ഒരു അനുഭവത്തിന് ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അന്നത്തെ പ്രാർത്ഥനയൊന്നും ഇല്ല. അന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന
പ്രാർത്ഥന കേട്ട് ആമേൻ കുഞ്ഞുങ്ങളെ തന്നു, കീബോർഡ് തന്നു. ഒരു കീബോർഡ് ചോദിച്ച സ്ഥാനത്ത് ദൈവം 3 കീബോർഡ് വായിക്കുവാൻ അറിയാവുന്ന 3 കീബോർഡിസ്റ്റിനെ, അതുപോലെ ആ കീബോർഡ് 3 അതുപോലെ സൗണ്ട് സിസ്റ്റം, നല്ല എല്ലാ സംവിധാനവും ദൈവം നൽകുവാനിടയായി തീർന്നു. അങ്ങനെ വേറൊരു കുടുംബത്തിന്റെ കാര്യം കൂടെ പറയാം. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഹാർപ്പിക്ക് എടുത്തു കുടിച്ച് മെഡിക്കൽ കോളേജിൽ വയറ് കഴുകി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ആ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുത്തു വിട്ടു. അങ്ങനെ മരിക്കാൻ വേണ്ടി താൻ ചെയ്തതാണ്. ആ പുള്ളിക്കിടെ മേലുണ്ടായിരുന്നതും ഒരു ആത്മഹത്യാ പ്രവണതയാണ്. തനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. താൻ സ്വിച്ച് ബോർഡിനെയൊക്കെ കൈ മുറുക്കി ഇടിച്ചു പൊട്ടിക്കും. മാത്രമല്ല തൂങ്ങുവാൻ വേണ്ടി പലവട്ടം കയറിട്ട് കഴുത്ത് അതിനകത്തിട്ട വ്യക്തിയാണ്. ഭാര്യ കണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ കൃപയാൽ ആ കുടുംബങ്ങളൊക്കെ നേടുവാൻ ഇന്നും അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞങ്ങളുടെ ആലയത്തിൽ ആക്റ്റീവ് മെമ്പർ ആയി പ്രവർത്തിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഇവിടെ വരാതിരുന്നെങ്കിൽ, അവരെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ അവരൊന്നും ജീവനോടെ കാണുകയില്ല. പലവട്ടം സ്വന്തം ഭാര്യയെ കിണറ്റിനകത്ത് എടുത്തിട്ട് കൊല്ലാൻ നോക്കിയ വ്യക്തി വീട്ടിനകത്ത് വരുമ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയെ പോലത്തെ അവസ്ഥയാണ്. മൈൻഡ് മാറും. സ്വന്തം ഭാര്യ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാ, പെട്ടെന്ന് വയലന്റ് ആകും, പെട്ടെന്ന് അവളെ കൊല്ലണം, അവന് മരിക്കണം, ആ വ്യക്തിക്ക് മരിക്കണം. അതുകൊണ്ട് അതിന് ആ ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അവളെ കൊല്ലണം. അങ്ങനെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ പോരാടി ആ കുടുംബമൊക്കെ ഇന്ന് രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം അത്ഭുതങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, പലരും നമ്മൾ നോക്കി നിന്ദിക്കുകയും പഴിക്കുകയൊക്കെ ചെയ്തവരുടെ നടുവിൽ ദൈവം അത്ഭുതത്തോടെ ഇന്നും നടത്തുന്നു. പ്രതികൂലങ്ങളും ശോധനകളും ഇല്ല എന്നല്ല, പല വെല്ലുവിളികളും ഉണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും തളർന്നു പോകാതെ ദൈവം നിർത്തി. ഇനിയും കർത്താവിന് വേണ്ടി അധികമായിട്ട് ചിലതൊക്കെ ചെയ്യുവാൻ എൻ്റെ കുഞ്ഞുനാളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ അപ്പൻ എനിക്ക് വസ്ത്രം മേടിച്ച് തന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പിടി ആഹാരം മേടിച്ച് തന്നില്ല. ഇന്നും ലോകത്ത് അനേകരുണ്ട് മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ, വീട് നോക്കാതെ, കുഞ്ഞുങ്ങളെ നോക്കാതെ, അപ്പൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മകളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളിനകത്ത് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ പപ്പ എനിക്കൊരു ബാഗ് വാങ്ങിച്ച് തന്നിട്ട് ഓർമ്മയില്ല പ്രിയമുള്ളവരെ. ഒരു പേന മേടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഹല്ലേലൂയ. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഒന്നും മക്കൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നും ഉപയോഗിക്കാതെ കൂട്ടുകാർക്ക് വേണ്ടിയും കുടിച്ചും മതോമത്തനായി ഭ്രാന്തനായി നടന്ന അനുഭവങ്ങൾ. അപ്പൊ ഞാൻ ആ സാഹചര്യത്തിൽ വന്നപ്പോഴേ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സഹായിക്കണം. ആരും കൈത്താകാനില്ലാതെ ഇങ്ങനെയുള്ളവരൊക്കെ സമൂഹം മാറ്റി നിർത്തും, ഇങ്ങനെയുള്ളവരൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടലുകളും വേദനകളും ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. ഇന്നും അതിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, പത്മോസ് ഒരു മനുഷ്യനെ തകർക്കാനല്ല, തീച്ചൂള ഒരു മനുഷ്യനെ ഉടയ്ക്കാനല്ല. അതിന്റെ നടുവിൽ കൂടെ പോകുമ്പോഴും അത് കഴിഞ്ഞ് ഒരു ദൈവപ്രവൃത്തി ഉണ്ട് പ്രിയമുള്ളവരെ. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന അവസാന പുസ്തകം എഴുതി തീർക്കണമെങ്കിൽ പത്മോസിൽ യോഹന്നാൻ കിടന്നെങ്കിലേ പറ്റത്തുള്ളൂ. മേലിൽ സംഭവിക്കാനുള്ളതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, മറനീക്കി കാണിച്ചു കൊടുക്കുവാൻ. എന്തിനാണ് ഈ പത്മോസ് എന്ന് ഒരുപക്ഷെ യോഹന്നാൻ ചോദിക്കാം. പക്ഷേ ദൈവത്തിന് പറയാനുള്ളത്, ഈ പത്മോസിന് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ഈ പത്മോസിൽ നിന്നോട് എനിക്ക് വ്യക്തമായി ചില അരുളപ്പാടുകളെ പറയാനുണ്ട്. എനിക്ക് ആ ദൂതുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ചില പത്മോസിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പ്രിയമുള്ളവരെ. അതൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ എനിക്ക് പറ്റാത്ത ചിലതൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, അതിന്റെ നടുവിലൊക്കെ നിന്ന എന്ന് പറയുന്നത്, പരിഹാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഉടയ്ക്കുന്ന ഒന്നാണ്. ആത്മീയരുടെയിൽ നിന്നും കുടുംബത്തിനകത്തു നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പൊട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരയും. കർത്താവേ, ഇതൊക്കെ കേൾക്കേണ്ടുന്ന വിധി എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങ് നൽകിയല്ലോ. അങ്ങ് നൽകിയ ഇതൊക്കെ ഞാൻ പിറുപിറുപ്പ് കൂടാതെ ഞാനിതൊക്കെ കേൾക്കുന്നു. എന്നോട് വാദിക്കുന്നതോട് നീ വാദിക്കണമെന്ന് എന്ന വചനം ഞാൻ പലപ്പോഴും ഉരുവിടുമെങ്കിലും കർത്താവേ, അവർക്ക് അറിവില്ലാതെ പറഞ്ഞതാ.
അവരുടെ നടുവിൽ ആമേൻ എന്നെ ഒരു ലജ്ജയ്ക്ക് വിട്ടുകൊടുക്കല്ലേ എന്ന് അന്നും ഇന്നും ഒരേ പ്രാർത്ഥനയുള്ളൂ പ്രിയമുള്ളവരെ. ആമേൻ ദൈവം അതിനെ മാനിച്ച് അല്ലെങ്കിൽ ദൈവം അതിലൊന്നും വിട്ടുകൊടുക്കാതെ ഉയർത്തി അല്ലെങ്കിൽ നിന്നിച്ചവരുടെ നടുവിൽ മാനിച്ചു എന്ന് ഞാൻ ഇന്നും എപ്പോഴും ഞാൻ പറയുന്നു. ആമേൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു, ഒരു പാട്ട് പാടാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ആമേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു. എനിക്ക് ആത്മാവിൽ വെറും പാട്ട് പാടാനല്ല, ശബ്ദത്തിൽ വെറും പ്രസംഗമല്ല, ശബ്ദത്തിൽ ആത്മാവിൽ പറഞ്ഞുള്ള പ്രസംഗം. പക്ഷേ ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമേൻ ദൈവം ആഗ്രഹിച്ച എന്താണോ അതിനപ്പുറമായി ദൈവം നടത്തുവാനിടയായി തീർന്നു. കഴിവല്ല ഇന്നും പറയുന്നു, കഴിവല്ല, വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം നൽകുവാനിടയായി തീർന്നു. ആമേൻ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറി. ഇന്ന് ആമേൻ എല്ലാവർക്കും ഒരു അത്ഭുത വിഷയമായി. ഞങ്ങളുടെ കുടുംബത്തിനകത്തും ഈ ദേശത്തിലും ഞങ്ങളെ നിന്ദിച്ചവരുടെ നടുവിൽ, ഞങ്ങളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ, ഞങ്ങളെ കുറ്റം പറഞ്ഞവരുടെ നടുവിൽ, ആമേൻ ഞങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ പാസ്റ്റേജ് പണിയുവാൻ, ചർച്ചിന്റെ പണികൾ നടത്തുവാൻ, ആമേൻ ഹല്ലേലൂയ, ആത്മാക്കളെ നേടുവാൻ, ആമേൻ സ്നാനം ശുശ്രൂഷകൾ നടത്തുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. എല്ലാ മഹത്വവും ദൈവത്തെ അർപ്പിക്കുക, തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. എനിക്കിങ്ങനെ അവസരം നൽകിയ ജോയിസ് ആന്റിയോടും ആമേൻ ഈ മീഡിയയോടും പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. ഈ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. എന്നാൽ പല തിരുവനന്തപുരത്തുനിന്ന് കടന്നു വരുന്ന ദൈവമക്കളുടെയും സാക്ഷ്യത്തിലൂടെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് ആ ദേശം ഒരു ഗദരദേശം പോലുള്ള ഒരു ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേക ദുരാത്മാക്കളെ കൊണ്ട് നിറഞ്ഞ് ജനം ആത്മീക വിടുതലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ദേശമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അനേക കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും ദൈവം ആ ദേശത്ത് അയച്ച് വലിയ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. പൂർണ്ണമായി കേരളത്തിന്റെ തലസ്ഥാനം കർത്താവിന് വേണ്ടിയായി തീരുവാന് കർത്താവ് സഹായിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ച ദൈവത്തിന്റെ ദാസിക്ക് ജോയിസ് ടിവിയുടെ എല്ലാ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ ദാസിയെ കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മീഡിയയിലൂടെ അടുത്ത ജീവിതത്തിനകത്ത് ദൈവം നൽകിയ സാക്ഷ്യത്തെ, അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിനകത്തും ഇത് അനുഗ്രഹമായി തീരുവാൻ, ഇതേ പ്രയാസത്തിലൂടെ, ഇതേ കർത്താവെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ജനതയ്ക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അടിയനെയും അടിയന്റെ കുടുംബത്തെയും അടിയന്റെ പിതാവിനെയും അടിയന്റെ അപ്പച്ചനെയൊക്കെ വിടുവിച്ച ആ യേശു, അനേക മദ്യപാനികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് കർത്താവെ. മദ്യപിച്ച് കടന്നു വരുന്ന പിതാവ് മുഖാന്തരം സമാധാനത്തോടെ ഭവനത്തിലായിരിക്കാൻ കഴിയാതെ ആയിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവെ യേശോപ്പച്ച ആമേ സ്ഥിതികളെയും അവസ്ഥകളെയും മാറ്റിയ ആ ദൈവത്തെ ഇനിയും അനേകർ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാനും ആ സത്യത്തിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധി ആത്മാവ് ഹൃദയങ്ങളെ സ്വാധീനിക്കണമേ പിതാവെ, അങ്ങ് ആകർഷിക്കുമാറാകണമേ കർത്താവെ. ഇത് മുഖാന്തരം അനേകരുടെ പേര് നിത്യതയിൽ ഉറപ്പാക്കുവാൻ, ജീവന്റെ പുസ്തകത്തിനകത്ത് പേരെഴുതത്തക്കവണ്ണം ഈ സാക്ഷ്യം കർത്താവെ ഇതിനകത്തൂടെ കർത്താവ് എന്റെ ദാസി നടത്തുന്ന ഓരോ മീറ്റിങ്ങുകൾ അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കും. അനേക ഹൃദയങ്ങളെ തണുപ്പിക്കണമേ, അനേക ഹൃദയങ്ങൾക്ക് ഇത് ആശ്വാസമായി തീരണമേ, അനേക ഹൃദയങ്ങളെ ഉടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ പണിയപ്പെടുവാൻ, അനേകർക്ക് സമാധാനമില്ലാതായിരിക്കുമ്പോൾ അതൊരു സമാധാന ദൂതായി വെളിപ്പെടുവാ. പരിശുദ്ധിയാത്മാവേ അങ്ങ് സഹായിക്കണമേ. ഇത് അനേകരിൽ എത്തട്ടെ കർത്താവേ, അനേകർ ഇത് കേൾക്കട്ടെ കർത്താവേ. മറ്റൊരുത്തരിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കുക, മറ്റൊരിടത്തും രക്ഷയില്ലെന്ന് മനസ്സിലാക്കുക. രക്ഷപ്പെടുവാൻ കർത്താവേ അങ്ങയുടെ നാമത്തിന് മുന്നിൽ യേശുവിലൂടെ മാത്രമേ കഴിയൂ എന്ന് ലോകം മനസ്സിലാകത്തക്കവണ്ണം കർത്താവേ ഈ സാക്ഷികൾ അവിടെ ഹൃദയങ്ങൾക്കകത്ത് സ്വാധീനമുണ്ടാക്കുവാൻ കർത്താവേ അങ്ങ് സഹായിക്കുക. ഇതിന്റെ കർത്താവ് മുൻപിൽ പ്രവർത്തിക്കുന്ന ജോയിസ് ആന്റിക്കായി സ്തോത്രം. കർത്താവ് കുടുംബമായി ദൈവം മാനിക്കുക. ഇനിയും ഇതിലധികമായി കർത്താവേ ആമേൻ അനേക ആയിരങ്ങളിലേക്ക് ഇത് പടരുവാ, ഇത് കേൾക്കുവാ. ഈ ആമേൻ കർത്താവേ ഈ യൂട്യൂബ് ചാനൽ മുഖാന്തരം അങ്ങ് ഒരുക്കുക. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ദൈവത്തെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ദാസി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.